പോകേണ്ട ആവശ്യമുണ്ടായി. ഞാശേരിയിലാണ് അദ്ദേഹം അതിന്റെ തിരക്കുകളിലായിരുന്നു. അത് നവരാത്രി കഴിഞ്ഞതിന് ശേഷമാണ് അദ്ദേഹത്തിന് ഫ്രീ ആവാൻ സാധിച്ചത്. നേരത്തെ നമ്മളോട് പറഞ്ഞിരുന്നു നവരാത്രിക്ക് വരാൻ സാധിക്കില്ല എന്നുള്ള കാര്യം. അപ്പം ആ ഒരു കാരണം കൊണ്ടാണ് അദ്ദേഹത്തിന് നവരാത്രി സമയത്ത് നമുക്ക് ആ ഒരു പുരസ്കാരം സമർപ്പിക്കാൻ സാധിക്കാതെ വന്നത്. എന്തായാലും നമുക്ക് ഇപ്പോ ഈ ഒരു അവസരത്തില് അദ്ദേഹത്തെ ലഭിച്ചതിൽ നമ്മൾ BTD മെഡിറ്റേഷൻ സെന്ററിലെ സാധകർക്ക് ഒരു പുണ്യം തന്നെയാണെന്ന് തന്നെ പറയാം. നമുക്ക് ആദ്യം ഗുരുദാസ് ജി 2 വാക്കാണ്. ഹരി ഓം. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. പ്രിയ ധ്യാനഗുരു അവധൂത് ഗുരുപ്രസാദ് അവർ, ഏറെ ബഹുമാനിതനായ BTD മെഡിറ്റേഷൻ സെന്ററിലെ ഇന്നത്തെ വിശിഷ്ട അതിഥി, സപ്താഹങ്ങളുടെ ആചാര്യനായ ബഹുമാന്യനായ ശ്രീ മണ്ണടി ഹരിജി അവർ, പ്രിയമുള്ള സാധകരെ, നമ്മുടെ ബാലുജി ശ്രീ മണ്ണടി ഹരിജിയുമായി നടത്തിയ ഒരു സത്സംഗം ഏറെ നാളുകളായി ഉള്ളിലുണ്ടായിരുന്ന ഒരു സംശയത്തിന്റെ കൃത്യമായ മറുപടിയായി മാറി. ശരിക്കും പറഞ്ഞു, സപ്താഹം ശ്രവിക്കുന്നവന് മോക്ഷം എന്നാണ് അടിസ്ഥാന തത്വം. മണ്ണടി ഹരിജിയെക്കുറിച്ചുള്ള ഋഷിവര്യന്മാര് ഭാഗവത മഹിമകൾ പാടി 400-600 ഭാഗവത് സത്സംഗങ്ങൾ നടത്തിയിട്ട് എന്തുകൊണ്ടാണ് നമ്മുടെ സമൂഹത്തിന് മോക്ഷം കിട്ടാത്തത് എന്ന ചോദ്യത്തിനുള്ള വ്യക്തമായ ഉത്തരമായിരുന്നു അദ്ദേഹത്തിന്റെ സത്സംഗം. കലിയുഗത്തിന്റെ മുഖമുദ്രയായ ഉദരപൂരണത്തിൽ ഭ്രമിച്ച് 7 ദിവസങ്ങളിലായി നടക്കുന്ന ഭഗവത് മഹാത്മ്യം അത് ശ്രവിക്കുകയും അതിന്റെ അർത്ഥതലങ്ങൾ തേടി നമ്മളുടെ ഗുരു പറയുന്നത് പോലെ ഒരന്വേഷകനായി മാറി അന്വേഷണാത്മക പന്ഥാവിലേക്ക് ചലിക്കാൻ അഹം സമ്മതിക്കാത്ത, ഭൗതിക നേട്ടങ്ങൾ സമ്മതിക്കാത്ത ഒരു കലിയുഗത്തിൽ സപ്താഹങ്ങളുടെ എണ്ണം കൂടുമ്പോഴും അന്വേഷണമില്ലായ്മയാണ് മോക്ഷത്തിന് വിലങ്ങുതടിയായി നിൽക്കുന്നതെന്ന മഹാസത്യം നമ്മളെയെല്ലാം തലമുറകളായി കേട്ടുപഠിപ്പിച്ച മഹാബലി എന്ന സത്യസന്ധനായ രാജാവിനെ ഇന്ദ്രാദി രാജാക്കന്മാരുടെ ദേവന്മാരുടെ പ്രേരണയാൽ അങ്ങ് പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തി എന്ന് വിശ്വസിച്ച് നടന്ന ഒരു തലമുറ. ആ തലമുറയ്ക്ക് മാർഗദീപമായി കൃത്യമായ തെളിവുകളോട് താൻ ആഗ്രഹിക്കാത്ത ദേവേന്ദ്ര പട്ടം ആസുരിക ശക്തിയുടെ ഗുരുവായിരുന്ന അസുര രാജാക്കന്മാരുടെ ഗുരുവിൽ നിന്നും സ്വീകരിച്ച് തന്റെ ഈഗോയെ വാനോളം ഉയർത്തി സുരശക്തികൾക്ക് മേലാധിപത്യം നേടാൻ ശ്രമിച്ച് തന്റെ ഈഗോയുടെ തിക്തഫലമനുസരിച്ച് ഭഗവാന് കീഴടങ്ങി ഭഗവാന്റെ വിരാട് രൂപത്തിൽ ലയിച്ച് തന്നോടൊപ്പം അദ്ദേഹത്തിന്റെ കാലമാകുന്നിടം വരെയും കാത്തു സൂക്ഷിച്ച് ആ ദേവേന്ദ്ര പട്ടം നൽകി നമ്മുടെ മഹാബലിയെ ദേവേന്ദ്രനോളം ഉയർത്തിയ മഹാസത്യത്തെ ഈ ലോകത്തിന് മുമ്പിൽ ബഹുമാന്യനായ മണ്ണടിജി തുറന്നു കാട്ടുമ്പോൾ നമ്മളിൽ ഓണം ചെലുത്തുന്ന സാധ്യതയും അതിൻ്റെ അന്വേഷണാത്മകതയും ഏറെ കൂടുകയാണ്. തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ സാന്നിധ്യം, അദ്ദേഹത്തിന്റെ വാക്കുകൾ, ഇതെല്ലാം നമ്മളിൽ ഉണ്ടാക്കിയെടുക്കുന്ന മാറ്റം അന്വേഷണത്തെ അഭിമുഖീകരിക്കുന്ന അന്വേഷകനായ സാധകന്
അമൂല്യമായ പാധേയങ്ങളായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. തീർച്ചയായും നമ്മുടെ ഉത്സവമായ ബൊമ്മകല്ലുവിന് അദ്ദേഹത്തിന്റെ ദർശനം ഉണ്ടായില്ല എങ്കിലും അദ്ദേഹത്തിന്റെ തിരക്കുകളിൽ നിന്നും മാറി ഈ നമ്മുടെ മീറ്റ് മീ മെഡിറ്റേഷൻ സെന്ററിനെ അദ്ദേഹത്തിന്റെ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹിക്കാൻ അനുഗ്രഹങ്ങൾ നൽകിയ ആ കൃപയ്ക്ക് മെഡിറ്റേഷൻ സെന്ററിന്റെ പേരിൽ കൃതജ്ഞത അറിയിച്ചുകൊണ്ട് സാധകർക്കെല്ലാം വഴികാട്ടിയായി മഹാസാധകനായി നിലകൊള്ളുന്ന ശ്രീ മണ്ണടി ഹരിജിയുടെ പദാരബിന്ദങ്ങളിൽ ആത്മപ്രണാമം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. പുരസ്കാരങ്ങളെല്ലാം നമ്മൾ കണ്ടുവരുന്നത് ഒരു സദസ്സിന് മുന്നിൽ വെച്ച്, ഒരു ആൾക്കൂട്ടത്തിന് മുന്നിൽ വെച്ചാണ് സാധാരണ പുരസ്കാരങ്ങളെല്ലാം നൽകി വയ്ക്കുന്നത്. മീറ്റ് ടു മീ മെഡിറ്റേഷൻ സെന്റർ ഈ മാർഗബന്ധു പുരസ്കാരം സാധാരണ എല്ലാ വർഷവും നൽകുന്നത് ആ നവരാത്രി ബൊമ്മഗുരുവിനെ സാക്ഷിയാക്കിയ സാധകരുടെ മുന്നിൽ വെച്ചാണ്. ഇതൊരു മെഡിറ്റേഷൻ സെന്റർ ആയിട്ട് ആ സൈലൻസിന് ഒരിക്കലും ഒരു ഭംഗം വരുത്താത്ത രീതിയിൽ ആ സൈലൻസിൽ നിലനിന്നുകൊണ്ട് തന്നെ ആ പ്രപഞ്ചത്തെ, ബൊമ്മഗുരു എന്ന് പറയുന്നത് ഒരു മിനി പ്രപഞ്ചത്തിന്റെ ഒരു പ്രതീകമായിട്ടാണ് നമ്മൾ കാണുന്നത്. ആ പ്രപഞ്ചത്തെ മുൻനിർത്തി അതിന് സാക്ഷിയായി സാധകരെ സാക്ഷിയാക്കിക്കൊണ്ട് നൽകുന്ന ഒരു പുരസ്കാരമാണ് ഈ നവരാത്രി ബൊമ്മഗുരു. നമ്മളിങ്ങനെ വയ്ക്കുമ്പോൾ ആ ഒരു സന്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പ്രപഞ്ചത്തിൽ ഊർജം മാത്രമേ ഉള്ളൂ എന്നുള്ളൊരു തത്വം ബോധിപ്പിക്കാനാണ് ബൊമ്മഗുരു ഇങ്ങനെ വയ്ക്കുന്നത്. അപ്പൊ ആ ഊർജം പ്രവർത്തിക്കുന്നതും ആ ഒരു ശുദ്ധ ബോധത്തിന്റെ അണ്ടറിലാണ്. അപ്പൊ ഊർജവും ബോധവും മാത്രമേ പ്രപഞ്ചത്തിലുള്ളൂ. അതിന്റെ പ്രതീകമായിട്ട് കാണിക്കുന്നതാണ് ഈ ബൊമ്മഗുരു ഇങ്ങനെ സെറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മൾ സെറ്റ് ചെയ്തിട്ട് ഒരു മീറ്റ് മെഡിറ്റേഷൻ സെന്റർ നൽകാൻ ഉദ്ദേശിക്കുന്ന സന്ദേശം. അപ്പം അങ്ങനെ ആ ഒരു സത്യത്തെ സാക്ഷി നിർത്തിയാണ് നമ്മൾ ഈ പുരസ്കാരം നൽകുന്നത്. അപ്പൊ എന്തായാലും അങ്ങേക്ക് ആ ഒരു സമയത്ത് വരാൻ സാധിച്ചില്ല. അങ്ങയുടെ തിരക്കുകൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അദ്ദേഹം ഇങ്ങനെ ഓടി നടന്ന് പ്രഭാഷണങ്ങൾ, യജ്ഞ ആചാര്യനാണ് അദ്ദേഹം. ഇങ്ങനെ സപ്താഹങ്ങളും സത്സംഗങ്ങളും ഇങ്ങനെ നടത്തിക്കൊണ്ടേയിരിക്കുന്നതാണ്. നമ്മുടെ എല്ലാം കുട്ടിക്കാലം മുതലേ നമ്മൾ കേട്ട് വരുന്നതാണ്. അദ്ദേഹത്തിന്റെ അമ്മ മണ്ണടി പൊന്നമ്മജിയെയും ആ ഒരു പാരമ്പര്യം പിന്തുടർന്ന് അദ്ദേഹത്തിന്റെ ഔദ്യോഗികമായിട്ടുള്ള തിരക്കുകൾക്കിടയിലും അദ്ദേഹം ആ ഒരു ധർമ്മ പ്രചാരണത്തിന് വേണ്ടി സമയം കണ്ടെത്തും എന്ന് പറയുമ്പോൾ ശരിക്കും നമ്മൾക്ക് മാതൃക തന്നെയാണ് അദ്ദേഹം. നമ്മുടെ മാർഗബന്ധുവാണ്. കാരണം ഈ മാർഗബന്ധു പുരസ്കാരം ഔദ്യോഗിക ഇങ്ങനെയുള്ള സാധകർക്കാണ് നൽകുന്നത്. അപ്പൊ ആ സാധകർക്ക് നൽകുമ്പോൾ തന്നെ അതിനൊരു 3 മാനദണ്ഡങ്ങൾ ഔദ്യോഗിക വെച്ചിട്ടുണ്ടായിരുന്നു. എങ്ങനെയുള്ളവർക്കാണ് ഈ പുരസ്കാരം നൽകുന്നത്? ഒന്നാമതായിട്ട് അദ്ദേഹം ഒരു ഉപാസന ചെയ്യുന്ന വ്യക്തിയായിരിക്കണം. ആ ഉപാസന ജീവിതത്തിൽ ഒരു ചിട്ടയായിട്ട് ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയായിരിക്കണം. ആ ചിട്ടയായിട്ടുള്ള ഒരു ജീവിതം സമൂഹത്തിന് സേവനം വരുന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന, ഒരു സേവനമായിട്ട് കണ്ട് പ്രവർത്തിക്കുന്ന ഒരു മഹാത്മാവായിരിക്കും. ഈ ഒരു 3 മാനദണ്ഡങ്ങളാണ് ഈ ഒരു പുരസ്കാരത്തിന് അർഹനാവുന്ന ആ ഒരു സാധകൻ അല്ലെങ്കിൽ ആ ഒരു ആചാര്യനുള്ളത്. എന്തുകൊണ്ടും മണ്ണടിജി നമുക്ക് എല്ലാവർക്കും അറിയാം, അദ്ദേഹത്തിന്റെ ആ ജീവിതം തന്നെ സമർപ്പിച്ച് ജീവിച്ച് നമുക്കെല്ലാം മാതൃകയായിട്ട് മുന്നോട്ട് പൊയ്ക്കൊണ്ടേയിരിക്കുന്ന ഒരു മഹാത്മാവാണ്. എന്തായാലും നമുക്ക് ആ ഒരു ലളിതമായിട്ടുള്ള ചടങ്ങിലേക്ക് കടക്കുകയാണ്. മണ്ണടി ഹരിജിക്ക് മാർഗബന്ധു പുരസ്കാരം നൽകാനായിട്ട് ഔദ്യോഗികയെ ക്ഷണിക്കുകയാണ്. മണ്ണടി ഹരിജിയെ അത് ഏറ്റുവാങ്ങാനായിട്ട് സ്നേഹനിരങ്ങളോടെ Meet to Me Meditation Center at Balaramapuram, Thiruvananthapuram, aims at the holistic development of sadhakas towards self-realization through meditation. To fulfill the above goal, the center has decided to honor the selfless services rendered for betterment of materialistic and spiritual life on the occasion of Navaratri Bhommagulu Festival 2025.
Hence, with great pleasure, the Margabendu Puraskaram is being conferred to Yajnacharya Dr. Mannadi Hari Thiruvananthapuram for their noble humanitarian selfless service and holistic healing which maintains the balance and universal harmony. In dedication to eternal truth, Avadhoji. ബാലരാമപുരം B2B ധ്യാന കേന്ദ്രം ധ്യാന സാധകരുടെ ആത്മീയ വളർച്ചയ്ക്കും സമഗ്ര വികാസത്തിനുമായി പ്രവർത്തിച്ചു വരുന്നു. നവരാത്രി കാലങ്ങളിൽ ധ്യാന സെന്ററിൽ നടത്തിവരുന്ന ബൊമ്മഗുരു ഉത്സവത്തിൽ ശ്രേഷ്ഠ വ്യക്തിത്വങ്ങളെ ആദരിക്കാൻ B2B ധ്യാന കേന്ദ്രം തീരുമാനിച്ചു. അതിനാൽ ബൊമ്മഗുരു 2025 തിരഞ്ഞെടുക്കപ്പെട്ട ശ്രേഷ്ഠ വ്യക്തിത്വമായ യജ്ഞാചാര്യൻ ഡോക്ടർ മണ്ണടി ഹരിജിക്ക് മാർഗബന്ധ പുരസ്കാരം നൽകി ധ്യാന സെന്റർ ആദരിക്കുന്നു. ഒരു സാധകൻ അവന്റെ സാധന തന്നെ സമാജ സേവനത്തിനായി സമർപ്പിച്ച് ജീവിക്കുന്നവർക്ക് കൊടുക്കുന്നതാണ് പുരസ്കാരമാണ് മാർഗബന്ധ പുരസ്കാരം. ഇങ്ങനെയുള്ള വ്യക്തിത്വങ്ങളുടെ സേവനങ്ങൾ പ്രപഞ്ചത്തിന്റെ താളലയം നിലനിർത്തുവാൻ വളരെ വലിയ പങ്ക് വഹിക്കുന്നു. നിത്യസത്യത്തിൽ സമർപ്പിച്ചുകൊണ്ട് അവധൂത് ഗുരുപ്രസാദ് ജി. ഗുരുഭ്യോ നമഃ. ആം ഗം ഗണപതയേ നമഃ. ആം സം സരസ്വത്യൈ നമഃ. ആം ശ്രീ മഹാലക്ഷ്മ്യൈ നമഃ. ആം ദും ദുർഗായൈ നമഃ. ആം ഭം ഭദ്രകാള്യൈ നമഃ. ആം ശ്രീ ബ്രഹ്മദേവായ നമഃ. ആം ശ്രീ മഹാദേവായ നമഃ. ആം ത്രംബകം യജാമഹേ സുഗന്ധിം പുഷ്ടിവർദ്ധനം ഉർവാരുകമിവ ബന്ധനാൻ മൃത്യോർമുക്ഷീയ മാ അമൃതാത്. ആം ത്രംബകം യജാമഹേ സുഗന്ധിം പതിവേദനം ഉർവാരുകമിവ ബന്ധനാദിതോ മുക്ഷീയ മാമുതഃ. ആം ശാന്തി ശാന്തി ശാന്തി. ആം ശ്രീ ധർമ്മശാസ്ത്രേ നമഃ. ആം ശ്രീ കാർത്തികേയായ നമഃ. ആം ശ്രീ മഹാവിഷ്ണവേ നമഃ. ആം ശ്രീ നരസിംഹമൂർത്തയേ നമഃ. ആം രം രാമായ നമഃ. ആം ശ്രീ അഞ്ജനേയായ നമഃ. ആം നവഗ്രഹദേവാഭ്യാം നമഃ. ആം ശ്രീ നാഗാധിപതയേ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ആം സർവദേവതാ പ്രിയന്താം. ആം സർവദേവതാ പ്രിയന്താം. ആം സർവദേവതാ പ്രിയന്താം. ആം ശാന്തി ശാന്തി ശാന്തി. സ്ഥൂലശരീരികളായി സൂക്ഷ്മശരീരികളായി ആരെല്ലാം എൻ്റെ വാക്കുകൾ കേൾക്കുന്നു അവരുടെ എല്ലാ പാദങ്ങളിൽ നിർവ്യാജമായ ഭക്തിയോടെ സാഷ്ടാംഗ പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് അല്പസമയം എന്നിൽ അർപ്പിതമായ ഭാരിച്ച കർത്തവ്യത്തിലേക്ക് പ്രവേശിച്ച് മടങ്ങാം എന്ന് ഉദ്ദേശിക്കുക. ജീവിതം സങ്കല്പപൂർണമാകണം. സങ്കല്പപൂർണമല്ലാത്ത ഒരു ജീവിതവും എവിടേക്കും പോകത്തില്ല. രാവിലെ വീട്ടിൽ നിന്നൊരാൾ വേഷം മാറി പുറത്തിറങ്ങും, വെൽ ഡ്രസ്ഡാണ്. പക്ഷേ റോഡിന് പുറത്ത്, മതിലിന് പുറത്ത് വന്നിട്ട് റോഡ് സൈഡിൽ നിൽക്കുക.
അയാൾക്ക് എവിടേക്കാണ് പോകേണ്ടതെന്ന് അറിയില്ല. അയാൾക്ക് എവിടെയെങ്കിലും പോകാൻ പറ്റും? എവിടേക്കെങ്കിലും പോകാൻ പറ്റുമോ? പ്ലീസ് ടെൽ മീ. പറ്റുമോ? തുടക്കത്തിൽ ഒന്ന് ഇൻട്രാക്ട് ചെയ്തു പോകാം അല്ലേ? എവിടേക്കും പോകാൻ പറ്റില്ല. അപ്പോൾ ജീവിതം ലക്ഷ്യപൂർണ്ണമാണ്. ആ ജീവിതം ലക്ഷ്യപൂർണ്ണം ആകണം എന്നുണ്ടെങ്കിൽ ലക്ഷ്യം എന്ന് സങ്കല്പിക്കുന്നിടത്ത് ദ്വയം വരുന്നുണ്ട്, രണ്ട് വരുന്നുണ്ട് അല്ലേ? ഒരു ലക്ഷ്യത്തിലേക്ക് ഒരു മാർഗവും ഉണ്ടാവും, ലക്ഷ്യത്തിലേക്ക് പോകേണ്ട ഒരാളും ഉണ്ടാവും, പ്രാപിക്കേണ്ട ഒരു ലക്ഷ്യവും ഉണ്ടാവും അല്ലേ? അതിനെയാണ് ചെറിയ മീ എന്ന് പറയുന്നത്. എന്നിട്ട് പോകേണ്ട ലക്ഷ്യമാണ് വലിയ മീ അല്ലേ? ഇത് തമ്മിൽ കണക്ട് ചെയ്യാൻ സായിപ്പിന്റെ ഒരു വാക്ക് നമ്മൾ ഉപയോഗിക്കുന്നു, മീ ടു. ഇതിനപ്പുറം പോകാൻ സ്ഥലവുമില്ല, പോകാൻ ഒരാൾക്ക് there is no scope for going. അപ്പോൾ ഈ ഒരു എൻറിച്ച്ഡ് കൺസെപ്റ്റിൽ നിന്നുകൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതത്തെ എങ്ങനെ ലക്ഷ്യപൂർണ്ണമാക്കാം എന്ന് ചിന്തിച്ചാൽ കൃത്യമായും മറുപടി നമ്മുടെ ആചാര്യന്മാർക്കുണ്ട്. എന്താണ് ജീവിതത്തിന്റെ ലക്ഷ്യം? അതിന് കൃത്യമായ ആചാര്യവചനം തന്നെയുണ്ട് പ്രമാണമായിട്ട്. അത് വേറൊന്നുമല്ല, പുരുഷാർത്ഥമേവ സാധവ്യം ധർമാർത്ഥ കാമമോക്ഷദം. ഒരു വ്യക്തി ജീവിതം കൊണ്ട് നേടേണ്ടത് എന്താണ്? പുരുഷാർത്ഥമേവ സാധവ്യം. അവിടെ ആ ഏവ ശബ്ദത്തിന് വലിയ ത്രസ്റ്റ്, വെറുതെ ഒരു ഡെക്കറേഷന് വേണ്ടി വെച്ചിരിക്കുന്നില്ല. പുരുഷാർത്ഥമേവ സാധവ്യം. അതിൽ പിന്നെ സംശയം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ധർമ്മ കാമാർത്ഥ മോക്ഷ അവസാനം ഒരു വാക്ക് വെച്ചിട്ടുണ്ട്, ദം, ഒരക്ഷരം. ആ ദം എന്ന് പറഞ്ഞിരുന്നാൽ ദദാതി ഇതി ദം. എന്തിനാണോ ധർമ്മത്തെയും അർത്ഥത്തെയും കാമത്തെയും മോക്ഷത്തെയും ഒക്കെ നൽകാൻ പ്രാപ്തിയുള്ളത് അതിനെയാണ് കൃത്യമായിട്ടും മോക്ഷദം എന്ന് പറയുന്നത്. അപ്പോൾ നല്ലതായിട്ട് നമ്മൾ മനസ്സിലാക്കുക, ജീവിതത്തിന്റെ ആത്യന്തിക ലക്ഷ്യം പുരുഷാർത്ഥ പ്രാപ്തിയാണ്. ആ പുരുഷാർത്ഥ പ്രാപ്തിയിലെ ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം, ഈ 4 എണ്ണമാണ് പുരുഷാർത്ഥ പ്രാപ്തിയിലെ ബേസിക് ആയിട്ടുള്ള കമ്പണൻസ്. ഇത് ലോകത്ത് ഇത്രയും സമഗ്രമായൊരു കാഴ്ചപ്പാടോടുകൂടെ 2 ചിന്ത പോലും മനസ്സിലില്ലാതെ ലോകോത്തരമായൊരു മഹദർശനത്തിന്റെ പൊൻകണി മാതിരി കയ്യിൽ വെച്ച് നമുക്ക് തരാൻ സാധിച്ച ഒരു മഹദർശനമാണ് സനാതന ധർമ്മശാസ്ത്രം. ഒരു വ്യക്തിയുടെ കാര്യം ഞാൻ പറഞ്ഞു, അതുപോലെ ഒരു കുട്ടി പഠിക്കാൻ പോകുന്നു, അതിനും ഒരു കാഴ്ചപ്പാട് വേണം. അതുപോലെ ഒരമ്മ രാവിലെ ഉണർന്ന് എഴുന്നേറ്റു, എന്നിട്ട് എല്ലാ അമ്മമാരുടെയും രാവിലെ ഉണർന്ന് എഴുന്നേറ്റ് കഴിഞ്ഞിരുന്നാൽ ഏറ്റവും വലിയ ഹിമാലയൻ പ്രോബ്ലം എന്ന് പറയുന്നത് ഇന്നിനി എന്തുണ്ടാക്കണമെന്നുള്ളതാണ് അല്ലേ? അവിയലുണ്ടാക്കണോ, തീയലുണ്ടാക്കണോ? ഇതാ എൻ്റെ ഭാര്യ അപ്പുറത്തിരിപ്പുണ്ട്, അവൾ പെടാപ്പാട് പെടുന്നത് ഞാൻ കാണാറുണ്ട്, അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. അപ്പം അവിടെയും ഒരു ലക്ഷ്യം പ്രധാനമാണ്. അപ്പോൾ ഇന്നത് ഒരു പെട്ടെന്നൊരു ഗെയിം പ്ലാൻ തയ്യാറാക്കുന്നു, അതനുസരിച്ച് കാര്യങ്ങൾ ചെയ്യും. ഇതുപോലെ ജീവിതത്തിൽ ഒരു ടാർഗറ്റിനെ പറ്റിയുള്ള സങ്കല്പം വെച്ചിട്ട് വ്യക്തമായൊരു ലക്ഷ്യബോധം എസ്റ്റാബ്ലിഷ് ചെയ്ത് വെച്ചിട്ട് അതിലേക്ക് പോകാനുള്ളൊരു കർമ്മപദ്ധതി, അത് ഏറ്റവും വിശുദ്ധവും ഏറ്റവും എഫർട്ട്ലെസ് ആയിട്ടുള്ളതും എന്നാൽ ഏറ്റവും കൂടുതൽ റിവാർഡ് തരുന്നതുമായിട്ടുള്ള ഒരു മാർഗമെന്തോ അതായിരിക്കും ഏറ്റവും ഐഡിയൽ ആയിട്ടുള്ള മാർഗം. ഇപ്പം നിങ്ങൾക്ക് ബാലരാമപുരത്ത് നിന്ന് തിരുവനന്തപുരത്ത് പോകാം, ബാലരാമപുരത്ത് നിന്ന് തിരുവനന്തപുരത്ത് പോകാൻ ഇവിടുന്ന് നമ്മൾ നാഷണൽ ഹൈവേ, അതാണ് ഷോർട്ടസ്റ്റ് വേ. ഞാൻ നേരെ നേറ്റങ്കര പോവാണ്, പിന്നെ പറശാല വഴി അമ്പൂരി വഴി കറങ്ങിയടിച്ച് തിരുവനന്തപുരത്ത് പോവാം. നിങ്ങൾക്ക് തിരുവനന്തപുരത്ത് ചെല്ലാൻ പറ്റും. ബട്ട് ഈസ് ഇറ്റ് ദ വൈസ് വേ ഓഫ് പ്ലാനിങ്? ഈസ് ഇറ്റ് ദ ഐഡിയൽ വേ ഓഫ് പ്ലാനിങ്? അല്ല. നേരെ മറിച്ച് ഏറ്റവും എഫർട്ട്ലെസ് ആയിട്ടുള്ള എന്നാൽ ഏറ്റവും ട്രസ്റ്റ്വർത്തിയായിട്ട് റിസൾട്ട് തരുന്ന ഒരു കർമ്മ പദ്ധതി, അതിനെയാണ് നമ്മൾ വേദാന്ത ജ്ഞാനം അഥവാ വേദാന്ത സാധന എന്ന് മനസ്സിലാക്കുന്നത്. അപ്പോൾ സാധനയുടെ നിർവചനം ഇതാണ്: ഞാനെന്ന ഉപാസകൻ എത്തേണ്ട ലക്ഷ്യത്തിലെത്തുവാൻ എന്താണോ എനിക്ക് ഏറ്റവും എഫർട്ട്ലെസ് ആയിട്ടും ഏറ്റവും കൂടുതൽ റിവാർഡിംഗ് ആയിട്ടുമുള്ള സംഗതി, അതിനെയാണ് സാധന എന്ന് പറയുന്നത്. ഇന്ന് സാധന എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് ആളുകൾ കാട് കയറി പോകാറുണ്ട്. കാട് കയറി പോകേണ്ട ഒരു കാര്യമില്ല. എനിക്കുണ്ടായ ഏറ്റവും വലിയൊരു മഹാഭാഗ്യം, ഒരു മഹാഋഷീശ്വരൻ്റെ മഹാസമാധി സ്ഥാനത്ത് ആ മഹാഋഷീശ്വരൻ്റെ ശിഷ്യനായ ആ മഹാഋഷീശ്വരനെ പോലെ മഹാനായി തീർന്ന ഒരു മഹാത്മാവിൻ്റെ കൂടെ 12 വർഷം ബ്രഹ്മചാരിയായിട്ട് ജീവിക്കുവാൻ
ഗാർഹസ്ഥ്യത്തിൽ കടക്കുന്നതിന് മുമ്പ് ഭാഗ്യം ഉണ്ടായി എന്നുള്ളതാണ്. സാധാരണ എല്ലാവർക്കും ഗാർഹസ്ഥ്യം കഴിഞ്ഞാണ് ഈ ഇങ്ങനെയുള്ള സന്യാസം അതുപോലെയുള്ള ഏർപ്പാടുകൾക്ക് ഭാഗ്യം കിട്ടുന്നു. എനിക്ക് എന്തോ ജന്മനാ തലതിരിഞ്ഞു പോയതുകൊണ്ടായിരിക്കും അല്ലേ. എനിക്ക് സന്യാസം കഴിഞ്ഞാണ് ഗാർഹസ്ഥ്യം കിട്ടിയത്. അത് ഓരോരുത്തന്റെ തലയിലെടുത്ത. അത് കാലിനൊരു ആക്സിഡന്റ് പറ്റി, ഇനി ഈ കാല് കുത്തി നടക്കത്തില്ല എന്ന് പറഞ്ഞു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ കാല് കട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. പക്ഷെ എൻ്റെ ഗുരുനാഥൻ പറഞ്ഞു, നീ മന്ത്രം മാത്രം ജപിച്ചാൽ മതി. മനനാ പ്രാണനാ ചെയ്വ മദ്രൂപസ്യ അവബോധന മന്ത്രം എത്തിച്ചതേ ബ്രഹ്മൻ തത് അധിഷ്ഠാനതോപിവ. ഇതാണ് മന്ത്രത്തിന്റെ ഡെഫിനിഷൻ. ഈ കൺസെപ്റ്റില് മനനം, പ്രാണനം, രൂപാവബോധം ഈ മൂന്നെണ്ണവും ഉറപ്പിച്ചുകൊണ്ട് ചെയ്യുക, നിന്റെ കാല് മുറിക്കേണ്ടി വരില്ല എന്ന് പറഞ്ഞു. മെഡിക്കൽ കോളേജിൽ വന്നു നിന്നിട്ടാണ് പറയുന്നത്. അതാണ് അതിലെ രസം. അവിടെ നിന്നത് അങ്ങനെ തന്നെ മുറുകെ പിടിച്ചു. 2-4 വർഷത്തെ ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് ഇറങ്ങി നടക്കാനുള്ള ഒരു ശക്തി ഉണ്ടായി. അതുപോലെ എനിക്ക് ജന്മം കിട്ടിയത് പോലും എൻ്റെ അച്ഛൻ്റെ തപസ് കൊണ്ടാണെന്നുള്ളത് വളരെ വർഷം കഴിഞ്ഞാണ് എനിക്ക് മനസ്സിലാക്കുവാൻ ഭാഗ്യമുണ്ടായി. എൻ്റെ ജനനം മണ്ണടിയിലാണ് സംഭവിച്ചത്. ഇപ്പോൾ പത്തനംതിട്ട ജില്ലയിലാണ്, അന്ന് കൊല്ലം ജില്ലയിലെ മണ്ണടി. 1958 അച്ഛൻ വിവാഹം കഴിച്ചു. എന്നിട്ട് 1-2 വർഷം കുട്ടികൾ ഉണ്ടായില്ല. അന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജാണ് ഏറ്റവും വലിയ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രി ഇതിൻ്റെയൊക്കെ. അപ്പൊ ഇവിടുത്തെ ഏറ്റവും സീനിയർ ആയിട്ടുള്ള ഡോക്ടേഴ്സ് വിധി എഴുതി, ഇനി എൻ്റെ അമ്മയ്ക്ക്, മണ്ണടി പൊന്നമ്മയ്ക്ക് സന്താനങ്ങൾ ഉണ്ടാകത്തില്ല. എനിക്ക് രക്ഷപ്പെട്ടേനെ അല്ലേ, ഇപ്പൊ നിങ്ങൾ രക്ഷപ്പെട്ടേനെ അല്ലേ, പോട്ടെ. അപ്പൊ അങ്ങനെ വന്നു, ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. അമ്മ അങ്ങേ അറ്റം ദുഃഖിതയായി. പക്ഷേ അച്ഛൻ 0.0001% പോലും കുലുങ്ങുന്ന ടൈപ്പ് ആയിരുന്നില്ല. വീട്ടിൽ വന്നു, എന്നിട്ട് അമ്മയെ ആശ്വസിപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇനി ഒരു 41 ദിവസത്തേക്ക് ഞാൻ വേറൊരു ഗൈനക്കോളജിസ്റ്റിന്റെ അടുത്തോട്ട് പോകാമെന്ന് പറഞ്ഞു. അപ്പൊ അമ്മയ്ക്കൊന്നും പിടിയിട്ടില്ല. ഞാൻ ജനിച്ചു വളർന്നത് പത്തനംതിട്ട ജില്ലയിലെ മണ്ണടി എന്ന് പറയുന്ന സ്ഥലത്താണ്. ധീര ദേശാഭിമാനിയായ വേലുത്തമ്പി ദളവ മണ്ണടിയിൽ വന്നിട്ടാണ്, മണ്ണടി ഭദ്രകാളി ക്ഷേത്രത്തിലാണ് 1809 വന്ന് അവിടെ വെച്ചിട്ടാണ് വീരമൃത്യു വരിക്കുന്നത്. അന്ന് തിരുവിതാംകൂറിലെ ഏറ്റവും പ്രശസ്തങ്ങളായ 5 ഭദ്രകാളി ക്ഷേത്രങ്ങളിലൊന്നാണ് മണ്ടക്കാട്, കൊടുങ്ങല്ലൂര്, പട്ടാഴി മാതിരിയുള്ളതില് ഏറ്റവും പ്രധാനപ്പെട്ട മഹാക്ഷേത്രമാണ് മണ്ണടി. അച്ഛൻ വീട്ടിൽ നിന്ന് 2 ജോഡി വസ്ത്രം മാത്രം എടുത്തു. വെള്ളയും വസ്ത്രം, ഒരു തോർത്തും എടുത്തു. ഒരു നാണയം പോലും കയ്യിലെടുത്തില്ല മനഃപൂർവ്വം. അവിടെ നിന്ന് അങ്ങ് ഇറങ്ങി തിരിച്ചു. അമ്മ ചോദിച്ചു, എവിടേക്കാ പോകുന്നത്? അത് ഞാൻ ഒരു ഗൈനക്കോളജിസ്റ്റിന്റെ അടുത്ത് പോകുന്നു. ഞങ്ങളുടെ വീട് മണ്ണടി വടക്കേക്കരയാണ്. ഇപ്പൊ അല്പം മുമ്പ് അദ്ദേഹം ചോദിക്കുക, മണ്ണടി വടക്കേക്കരയാണ്. 1.5 കിലോമീറ്റർ തെക്കേക്കര കല്ലടയാറിന്റെ തീരത്താണ് മണ്ണടി ഭഗവതി ക്ഷേത്രം. അച്ഛൻ അവിടെ പോയി, അവിടെ ഇരുന്നു. എന്നിട്ട് ലളിതാ സഹസ്രനാമം ഒക്കെ ചൊല്ലാൻ അറിയും. ജപത്തിൽ വലിയ നല്ല കഴിവുള്ളയാളെ, നല്ല വിശ്വാസമുള്ളയാളെ. അത് കഴിഞ്ഞ് 2-3 ദിവസം പട്ടിണിയാണ്. ആരോടും ഒന്നും ചോദിക്കത്തില്ല. വെള്ളം പോലും കുടിക്കാൻ പോകാതെ അവിടെ ഇരുന്നപ്പോൾ ക്ഷേത്രത്തിലെ പോയിറ്റിക്ക് മനസ്സിലായി പട്ടിണിയാണ്. ഒന്ന് ചോദിച്ചു, എന്താ പിള്ളേ? അച്ഛനെ എല്ലാവർക്കും അറിയാം. അപ്പം പൊട്ടിക്കരഞ്ഞു. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി, ഇനി ഇവിടെ തന്നെ ആശ്രയം, മണ്ണടി ഭഗവതി തന്നെ തീർപ്പ് കൽപ്പിക്കണം ഈ കേസിലെന്ന് പറഞ്ഞു. അത് നിങ്ങൾ വിഷമിക്കണ്ട, ഒക്കെ അമ്മ ചെയ്യും എന്ന്. അവിടെ വെച്ച് നിവേദ്യമില്ല മണ്ണടിയിലെ മൂലസ്ഥാനത്ത്. പായസം അതുപോലെയുള്ള ഒന്നുമില്ല. അവിടെ മലര്, പഴം ഇതൊക്കെ കൊണ്ടു കൊടുക്കും. അപ്പൊ പോയിട്ട് ചിലപ്പോൾ ഒരു പിടി മലര് കൊടുക്കും, അല്ലെങ്കിൽ ഒരു കരിക്ക് കൊടുക്കും, അല്ലെങ്കിൽ 4 പഴം കൊടുക്കും. ഇതാണ് ഒരു ദിവസത്തെ ഫുൾ ഭക്ഷണം. ഇതും കഴിച്ചിട്ട് അച്ഛൻ അവിടെ കിടക്കുക. രാവിലെ 5 മണിയാകുമ്പോൾ കല്ലടയത്തിൽ പോയി മുങ്ങി കുളിക്കും. ഈറിനോട് അവിടെ വന്നിരുന്ന് ജപിക്കും. വൈകിട്ട് വരെ അവിടെ ഇങ്ങനെ ഇരിക്കും. 41 ദിവസം കഴിഞ്ഞപ്പോൾ അച്ഛൻ ചിന്തിക്കുക, ഇപ്പൊ ഒന്നും ആയില്ലല്ലോ, എന്താ ഇനിയിപ്പോൾ ചെയ്യുക? അന്ന് രാത്രി സഹിക്കാത്ത ദുഃഖത്തോടെ കിടന്ന് ഉറങ്ങി. രാത്രി ഒരു 2 മണി കഴിഞ്ഞപ്പോൾ കാല് മടക്കി അടി. ഈ പൃഷ്ഠഭാഗത്ത് അച്ഛനിങ്ങനെ ജരഞ്ഞു കിടക്കുക. അടി കൊണ്ട് ഉണർന്നപ്പോൾ അന്തരീക്ഷം സാന്ദ്രമായിട്ട് കർപ്പൂര ഗന്ധവും സിന്ദൂരത്തിന്റെ അപാരമായ സുഗന്ധം, രണ്ടും നിറഞ്ഞു നിൽക്കുന്നൊരവസ്ഥ. മണിയച്ച ഇങ്ങനെ കേൾക്കാം, കാൽച്ചിലമ്പിന്റെ ശബ്ദം കേൾക്കാം. അച്ഛൻ വിറച്ചു, ശരീരം ആകെ വേർത്തു. എന്നിട്ട് അച്ഛന് മനസ്സിലായി ഇന്ന ആളാണ്. അതിന്റെ തൊട്ട് താഴെ നരബലി നടക്കുന്ന പീഠമുണ്ട്. ഇപ്പൊ നിങ്ങൾ മണ്ണടി പോയാൽ കാണാം, നരബലി പണ്ട് അവിടെ നടത്തിയിരുന്ന ഒരു പീഠമുണ്ട്. അവിടെ നിന്ന് ആരും രാത്രിയിലൊന്നും കിടന്നുറങ്ങത്തില്ല. അന്ന് ഇലക്ട്രിസിറ്റി ഇല്ല, ഓർക്കണം. എന്നിട്ട് അച്ഛൻ വളരെ ക്ഷീണിതനായിട്ട് ചാഞ്ഞ് അവിടെ ഇരുന്നു. കുറച്ച് കഴിഞ്ഞ് ഉറങ്ങി. അങ്ങനെ ആ ഉറക്കത്തിലേക്ക് വന്നപ്പോഴേക്കും പറഞ്ഞു, നീ പൊക്കോളൂ, നിന്റെ കാര്യമൊക്കെ നടക്കും. ആ ഒരു കാരുണ്യം കൊണ്ട്, മണ്ണടി ഭഗവതിയുടെ അനുഗ്രഹം കൊണ്ടാണ് എനിക്ക് ഭൂമിയിൽ ജനനം കിട്ടി. ലോകത്ത് മൊത്തം എന്നെ എൻ്റെ അമ്മ കൊണ്ട് നടക്കുക. ഇപ്പൊ എന്നെ ഇവിടെയും കൊണ്ടെത്തിച്ചിരിക്കുന്നത് ആ അമ്മയാണ്. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം മീ ടു മീ ഏതാന്ന് ചോദിച്ചാൽ ഫ്രം മണ്ണടി ടു മണ്ണടി.
അതിനപ്പുറം പോകേണ്ട കാര്യമില്ല. കാരണം ഏത് ഡിപ്പോയിൽ നിന്നാണോ ഒരു KSRTC ബസ് സർവീസ് ആരംഭിക്കുന്നത് അവിടെ തന്നെ തിരിച്ചെത്തി ക്യാഷും ടിക്കറ്റ് റാക്കും കൊടുക്കുമ്പോഴല്ലേ ഡ്യൂട്ടി പൂർണ്ണമാവുള്ളൂ. എന്നെ സംബന്ധിച്ചിടത്തോളം ലോകത്ത് എവിടെ പോയി കഴിഞ്ഞിരുന്നാലും അത് തന്നെ. ഇതിനെയാണ് നമ്മൾ പരദേവത എന്ന് വിളിക്കുന്നത്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും അപ്പൊ മീ ടു മീ കൺസെപ്റ്റിന്റെ ഡെപ്തിലേക്ക് പോകുമ്പോൾ ദേവത ഉപാസനയുടെ ട്രാക്ക് ഏതെന്ന് ചോദിച്ചാൽ യാതൊരു സംശയവും വേണ്ട. ഏതൊന്നാണോ നിങ്ങളുടെ പരദേവത അത് തന്നെയാണ് നിങ്ങളുടെ ബിഗിനിങ് പോയിന്റ്, അത് തന്നെയാണ് നിങ്ങളുടെ എൻഡിങ് പോയിന്റ്. ഈ പ്രപഞ്ചത്തിൽ സർവ്വതിലും ഈ മീ ടു മീ നമുക്ക് കാണാനുള്ളൂ, വേറൊന്നുമില്ല. ആകാശത്ത് നിന്ന് പതിക്കുന്നു, ആകാശാത് പതിതം തോയം യഥാ ഗശ്യതി സാഗരം എന്ന് പറയത്തില്ലേ, അതിൽ ആകാശത്തു നിന്ന് പതിക്കുന്ന ഓരോ തുള്ളി വെള്ളവും സമുദ്രത്തിൽ പതിക്കുമ്പോൾ ആ ചെറിയ മീ തനിക്ക് പ്രഭവമായ വലിയ മീലിങ്ങനെ വന്ന് വീണിട്ട് അതിനേക്ക് അങ്ങനെ വിലയം പ്രാപിക്കുക. ഇതല്ലാത്ത ഒരു സംഗതി അതിനില്ല. രജസ ചോദിത മേഘാഹ വർഷം അംബൂനി സർവശഃ പ്രജാ സർവേഹ സിദ്ധന്തി മഹേന്ദ്ര കിം കരിഷ്യസി. അവിടെ എല്ലാ യാഗത്തിന്റെ ഉപാധികളും ഒതുക്കി വെച്ചിരിക്കുന്നു. ഭാഗവതം പറഞ്ഞതുകൊണ്ട് ഒന്ന് സൂചിപ്പിക്കുകയാണ്. എന്നിട്ട് ഉണ്ണിക്കണ്ണൻ രാവിലെ ഉണർന്നു വന്ന് നോക്കിയപ്പോൾ എന്തോ ഒരു വലിയ യാഗം നടത്താനുള്ള സംവിധാനങ്ങളൊക്കെ കാണുന്നു. അച്ഛൻ്റെ അടുത്ത് ചെന്ന് ഇങ്ങനെ ചൊറിഞ്ഞു, അച്ഛൻ എന്താ ഇത്? അപ്പോൾ പറഞ്ഞു, നമ്മള് ഗോകുലവാസികളാണ്, നമ്മള് ഇന്ദ്രന് യാഗം നടത്തണം. ഇന്ദ്രന് യാഗം നടത്തിയില്ലെങ്കിൽ നമുക്ക് ഇന്ദ്രൻ മഴ പെയ്യത്തില്ല. അങ്ങനെ ഇന്ദ്രൻ മഴ പെയ്യിച്ചില്ലെങ്കിൽ നമുക്ക് ശുദ്ധജലം കിട്ടത്തില്ല. അങ്ങനെ നമുക്ക് ശുദ്ധജലം കിട്ടിയില്ലെങ്കിൽ പശുക്കളും ഒക്കെ നശിക്കും. അങ്ങനെ നമ്മളുടെ ഗോകുലത്തിന്റെ സമ്പൂർണ്ണ ഐശ്വര്യവും ദേവേന്ദ്രന്റെ കാരുണ്യമാണ്. അതുകൊണ്ട് ദേവേന്ദ്രന്റെ യാഗത്തിന് വേണ്ടിയിട്ടാണ് നമ്മള് ഈ യാഗത്തിന് വേണ്ട എല്ലാ കാര്യങ്ങളും ഒരുക്കി വെച്ചിരിക്കുന്നത്. ഒരു നിമിഷം മൂരി നിവർത്തങ്ങോട്ട് നിന്നു, ആകെ 2 അടി പൊക്കം കഷ്ടിച്ച് അല്ലേ. എന്നിട്ട് ഒരു 70 വയസ്സുള്ള കാരണവർ പറയുന്ന പക്വതയോടെ അങ്ങോട്ട് പറയുക, നിങ്ങൾ എന്ത് വിട്ടിത്തരാ പറയുന്നത്? കർമ്മണ ജായത്തെ ജന്തു കർമ്മണൈവ വിലീയത്തെ സുഖം ദുഃഖം ഭയം ദുഃഖം കർമ്മമൈവാധിപത്യതേ. കർമ്മത്തിൽ നിന്നാണ് ഈ സർവ്വതും വരുന്നത്. കർമ്മത്തിൽ തന്നെയാണ് ഇതൊക്കെ നിൽക്കുന്നത്. കർമ്മത്തിൽ തന്നെയാണ് ഇതെല്ലാം ഒടുങ്ങുന്നത്. അതുകൊണ്ട് കർമ്മമാണ് പ്രധാനം. അടുത്തത് പറയുന്നത് ഒന്നാം തരം മെറ്റീരിയോളജിക്കൽ സയൻസ് എന്നോ ഫിസിക്സ് എന്നോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാക്കാം. മഴയുടെ ശാസ്ത്രമാണ് പിന്നെ പറയുന്നത്. മഴയുടെ ശാസ്ത്രം ഒറ്റ ശ്ലോകത്തിൽ 32 അക്ഷരങ്ങളിൽ. രജസ ജ്യോതിത മേഘാഹ. വെള്ളത്തിന്റെ ബേസിക് ക്വാളിറ്റി എന്ന് പറയുന്നത് രജോ ഗുണമാണ്. അത് ഒരിടത്ത് അടങ്ങിക്കിടക്കത്തില്ല. രജസ ചോദിത മേഘാഹ. മേഘം എന്ന് പറയുന്നത് വെള്ളം തന്നെ ആണല്ലോ അല്ലേ. രജസ ചോദിത മേഘാഹ. വാട്ടർ സൈക്കിളാണ് അവിടെ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. എന്ന് വെച്ചിരുന്നാൽ സമുദ്രത്തിൽ കിടക്കുന്ന വെള്ളം അത് ഉഷ്ണം വന്നിട്ട് ബാഷ്പമായി പോകുന്നു. അത് അവിടെ നിൽക്കത്തില്ല. വായുവുമായിട്ട് തോളിക്കൈയിട്ട് രണ്ടുപേരോട് ഒരു കമ്പനി അടിച്ച് നേരെ പോകുന്നു. അപ്പോൾ അസൂയ മൂത്തിട്ട് അവിടെ പർവ്വതരാജൻ അവനെ തടഞ്ഞു നിർത്തുന്നു. അങ്ങോട്ട് അങ്ങനെ പോകണ്ട, അവിടെ നില്ലെന്ന് പറയുന്നു. ഉടനെ അവിടെ നിന്നിട്ട് നേരെ പിന്നീട് വന്നിട്ട് എല്ലായിടത്തും മേഘമായിട്ട് വന്നിട്ട് അവിടെ വർഷന്തി അമ്പുവിലി സർവയിടത്തും ഈ വർഷന്തി എല്ലായിടത്തും മഴയായിട്ടത് പെയ്യുന്നു. എന്നിട്ട് പ്രജാസ്ഥൈരേവ സിദ്ധ്യന്തി. പ്രജകൾക്ക് അതുകൊണ്ട് തന്നെയാണ് വെള്ളം കിട്ടുന്നത്. അടുത്തൊരു ക്വസ്റ്റ്യൻ കേൾക്കണം. അടുത്തൊരു ക്വസ്റ്റ്യൻ ഇവിടുത്തെ ഒരു യുക്തിവാദിയും ചോദിക്കുവാൻ ഇന്ന് വരെ ധൈര്യപ്പെടാത്ത ഒരു ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. മഹേന്ദ്ര കിം കരിഷ്യസി. ദേവേന്ദ്രൻ ഇവിടെ എന്താപ്പനെ റോള്? ചിന്തിച്ചിട്ടുണ്ടോ? ഈ ഒരു ശ്ലോകത്തില് ദശമത്തിലെ ഈ ശ്ലോകം ഇന്ദ്രയാഗത്തിന്റെ ആ കണ്ടക്സ്റ്റ് നമ്മൾ പരിശോധിച്ച് നോക്കണം. മഹേന്ദ്ര കിം കരിഷ്യസി. ദേവേന്ദ്രൻ ഇവിടെ എന്താ റോള്? ഒരു റോളുമില്ല. അയാളത്ത് പോയി പണി നോക്കാൻ പറയും. ഇതങ്ങോട്ട് കേട്ട് കഴിഞ്ഞപ്പോൾ ബുദ്ധി ഉണർന്നു. പിന്നെ പറഞ്ഞതുപോലെയൊക്കെ ചെയ്തു. അവിടെ ദേവയാഗം ഇന്ദ്രന് യാഗം നടത്താൻ വേണ്ടി സംഭരിച്ചിരുന്ന ദ്രവ്യങ്ങൾ കൊണ്ട് കംപ്ലീറ്റ് നമുക്ക് ആ കാണുന്ന ഗോവർദ്ധന പർവ്വതമാണ് സർവ്വതും തരുന്നത്. ശുദ്ധജലം തരുന്നത്, പുല്ല് തരുന്നത്, പുഷ്പം തരുന്നത്, ചമത തരുന്നത്, ദർഭ തരുന്നത്. അതുകൊണ്ട് അതിനെ പൂജിക്കണമെന്ന് പറഞ്ഞു. കുട്ടികൾ വലിയ ഉത്സാഹശാലികളായിരുന്നു. അവരുമായി പർവ്വതത്തെ അങ്ങോട്ട് അലങ്കരിച്ചു. അതിഗംഭീരമായിട്ട് അതിനെ പൂജ നടത്തി. എന്നിട്ട് ആ പൂജ അങ്ങോട്ട് പരിഗ്രഹിച്ച് ആളുകളുടെ വിശ്വാസം ഉറപ്പിക്കണമല്ലോ. അതുകൊണ്ട് ഇവിടെ നിന്ന് ഈ 2.5 അടി പൊക്കമുള്ള ആള് സ്ഥൂല ശരീരിയായിട്ട് ഇവിടെ നിൽക്കുന്നയാള് സൂക്ഷ്മ ശരീരമായിട്ട് ആ പർവ്വതത്തിനുള്ളിൽ പ്രവേശിച്ചു. എന്നിട്ട് പറഞ്ഞു, ഞാൻ സന്തുഷ്ടനായിരിക്കുന്നു, വളരെ സന്തോഷമായി. ആ കണ്ടക്ഷൻ അങ്ങനെ അങ്ങ് പോവുക. ഞാൻ സൂചിപ്പിച്ചത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു അടിസ്ഥാനപരമായ തത്വം, ഈ പ്രപഞ്ചത്തിൽ ഒന്നിലേക്ക് മാത്രമേ എല്ലാത്തിനും കണക്ട് ചെയ്ത് പോകാൻ സാധിക്കത്തുള്ളൂ. കാരണം ഒന്നല്ലാതെ 2 ഇല്ല. ഈ
അദ്വൈത ഭാവത്തെ, ദർശനത്തെയാണ് നമുക്ക് മനസ്സിൽ മുറുകെ പിടിച്ചെടുക്കേണ്ടത്. ഇത് ചാടിക്കയറി പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. 10-ാം വയസ്സിൽ പറയുന്ന കൺസെപ്റ്റ് 10-ാം വയസ്സിൽ ലോകത്തെ നോക്കിക്കാണുന്ന കാഴ്ചപ്പാടിലല്ല നമ്മൾ 20-ാം വയസ്സിൽ കാണുന്നത്. 20-ാം വയസ്സാകുമ്പോൾ നമ്മൾ ചിന്തിക്കും 10-ാം വയസ്സിൽ ചിന്തിച്ചതൊക്കെ മണ്ടത്തരങ്ങളായിരുന്നല്ലോ. 30 ആകുമ്പോൾ ചിന്തിക്കും 20 വയസ്സിൽ കണ്ടതൊക്കെ കുഴപ്പമായിരുന്നല്ലോ. 40 വയസ്സാകുമ്പോൾ മനസ്സിലാകും 30-ാം വയസ്സിൽ ചിന്തിച്ചതൊക്കെ 6 വെട്ടിത്തരങ്ങളായിരുന്നു. എന്നിട്ട് 50-ാം വയസ്സാകുമ്പോൾ മനസ്സിലാകും 40-ൽ ചിന്തിച്ചതെല്ലാം കുഴപ്പമായിരുന്നു. ഇങ്ങനെ ഞാൻ ചുമ്മാ ഒരു 10 വയസ്സ് ഗ്യാപ്പിട്ട് പറഞ്ഞത് ഒന്ന് കണക്കിലെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ നമ്മൾ മുന്നിലേക്ക് പോകുന്തോറും ഏജ് ഈസ് ദ ഗ്രേറ്റസ്റ്റ് ടീച്ചർ, ഏജ് ഈസ് ദ ഗ്രേറ്റസ്റ്റ് ടീച്ചർ. നമ്മളുടെ ഉള്ളിൽ ഇരുന്നു കൊണ്ട് നമ്മളെ പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ അധ്യാപകൻ, ഗുരു പ്രായമാണ്. ഈ പ്രായം നമുക്ക് ഒരു ഡൊണേഷൻ തരുന്നുണ്ട്. അതിന്റെ പേരാണ് പക്വത. ഈ പ്രായവും പക്വതയും വർദ്ധിക്കും തോറും നമുക്ക് ജീവിതത്തെ കുറേ കൂടെ പരിപക്വമായ ആധ്യാത്മികമായ ഒരു കാഴ്ചപ്പാടിൽ നോക്കിക്കോളാൻ സാധിക്കുന്നിടത്ത് നമ്മൾ മീ ടു മീയിലേക്ക് അടുക്കുക. ആ ചെറിയ മീയിൽ നിന്ന് വലിയ മീയിലേക്ക് അടുക്കുന്ന ഒരു ദിവ്യ അനുഭവം ഉണ്ടാകും. ഇതുണ്ടാവണം എന്നുണ്ടെങ്കിൽ ലോകത്തെ അതിൻ്റെ ആധ്യാത്മികമായ കാഴ്ചപ്പാടിൽ നോക്കിക്കാണണം. ലോകത്തെ 2 രീതിയിൽ നമുക്ക് നോക്കിക്കാണാൻ സാധിക്കും. 1, ലോകത്തെ ഭൗതികമായ കാഴ്ചപ്പാടിൽ കാണാൻ സാധിക്കും. 2, ലോകത്തെ ആധ്യാത്മികമായ കാഴ്ചപ്പാടിൽ നോക്കിക്കാണാൻ സാധിക്കും. ലോകത്തെ ഭൗതികമായ കാഴ്ചപ്പാടിൽ നോക്കിക്കാണുമ്പോൾ ഇതെല്ലാം ഫിസിക്സിന്റെയും കെമിസ്ട്രിയുടെയും ബയോളജിയുടെയും സുവോളജിയുടെയും പിടിയിൽ അങ്ങോട്ടാണ് വരും. എല്ലാം സൾഫർ, അതുപോലെ അയൺ, കോപ്പർ, ഇതുപോലെയൊക്കെയുള്ള സാധനങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് അങ്ങോട്ട് ചിന്തിക്കുവാൻ സാധിക്കും. ഇനി ഫിസിക്സുകാരന്റെ ഭാഷയിൽ അങ്ങോട്ട് പോയി കഴിഞ്ഞിരുന്നാലോ എല്ലാം മാക്സിമം നമുക്ക് ചിന്തിക്കാൻ സാധിക്കുന്നത് ആൽബർട്ട് ഐൻസ്റ്റീന്റെ ഭാഷയിൽ E=mc². അപ്പോൾ സബാറ്റോമിക് ലെവൽ ഓഫ് ദ എൻറ്റയർ യൂണിവേഴ്സ് ഇസ് നത്തിങ് ബട്ട് എനർജി, ഊർജം. അതിന് താഴെ ഒരു ലെവൽ ഇല്ല. ഇന്ന് അവർക്കത് സമ്മതിക്കേണ്ട അവസ്ഥ വന്നിരിക്കുന്നു. പക്ഷേ അവിടെ എനർജി എന്ന് പറയുന്നിടത്ത് അവന്റെ വാതിൽ കൊട്ടിയടച്ചിരിക്കുക ഫിസിക്സുകാരന്റെ. കാരണം എനർജി എന്ന് പറയുന്നത് ബേസിക് റീസൺ ആണെന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ഫിസിക്സുകാരന്റെ കയ്യിൽ ഒരു മണ്ണാങ്കട്ടയില്ല. എന്ന് മാത്രവുമല്ല, അതിനപ്പുറം പോയിട്ട് ദാറ്റ് എനർജി which energizes the so-called physical energy, that is the ultimate energy. നമ്മളുടെ ആളുകൾ, ആചാര്യന്മാർ ഈ സത്യത്തെ തിരിച്ചറിയുകയും അതിനെ ആദ്യാശക്തി എന്ന് വിളിക്കുകയും ചെയ്തു. ആ ആദ്യാശക്തിയാണ് ഇന്ന് ശാസ്ത്രജ്ഞന്മാരെ പ്രൈമോഡിയൽ എനർജി എന്ന് വിളിക്കുന്നത്. ആ പ്രൈമോഡിയൽ എനർജിയുടെ മാനിപ്പുലേഷൻസ് ആണ് ഈ പ്രപഞ്ചത്തിൽ കാണുന്ന സർവസ്വവും എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നിടത്ത് ശാസ്ത്രവും ധർമ്മവും ഹാൻഡ് ഇൻ ഹാൻഡ് ആയിട്ട് പോവുക. ദർ ഇസ് നോ കൊലീഷൻ, ദർ ഇസ് നോ കൊലീഷൻ. അമേരിക്കയിൽ നിരവധി തവണ പോയിട്ട് സപ്താഹങ്ങൾ നടത്താനുള്ള ഭാഗ്യം ഉണ്ടായി. എന്റെ ഗുരുനാഥൻ സ്വാമി സത്യാനന്ദ സരസ്വതി തിരുവടികൾ ചെങ്കോട്ടവണ ആശ്രമം സ്ഥാപിച്ചത് നീലകണ്ഠ ഗുരുവാദരാണ്. 1900 ആണ്ട് ജനിച്ച് 1965 മഹാസമാധി പ്രാപിച്ച ആളാണ്. അവധൂത വൃത്തിയായിരുന്നു. ആരെ കണ്ടാലും മൈൻഡ് ചെയ്യത്തില്ല, അങ്ങനെ ഇരിക്കും, പച്ച തെറിയെ വിളിക്കത്തുള്ളൂ. അതൊരു അപാരമായ ജീവിതമായിരുന്നു. പക്ഷേ പ്രപഞ്ചത്തെ മൊത്തം ഉള്ളം കയ്യിൽ കണ്ടിട്ട് ജീവിച്ചിരുന്ന മഹാത്മാവ്. ഒരുപാട് അനുഭവങ്ങൾ അവിടെ അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പറയാനുണ്ട്. ഞാൻ എല്ലാം അതിലേക്ക് പോകുന്നില്ല. അപാരമായ ജീവിതവൃത്തിയായി അദ്ദേഹം സ്വാമി സത്യാനന്ദ സരസ്വതി തിരുവടികൾ എന്ന് പറഞ്ഞ എന്റെ ഗുരുനാഥനെ ആള് വിട്ട് വിളിച്ചു വരുത്തിയതാണ്. അടുത്ത ദിവസം രാവിലെ ഹിമാലയത്തിൽ പോകാനിരുന്നയാളാണ്. തലേന്ന് രാത്രി ആളെ വിട്ട് വിളിച്ചു വരുത്തിയിട്ട് താഴെ നിർത്തി പറഞ്ഞു, അവിടെ ഉള്ളതൊക്കെ ഇവിടെ ഉണ്ടോ, എവിടെ വായി നോക്കാൻ പോകണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അഹന്ത തോന്നി. ഉണ്ടാകുന്ന എനിക്കൂടെ തോന്നണ്ടേന്ന് ചോദിച്ചു, പറഞ്ഞു, മനസ്സിൽ സങ്കല്പിച്ചു. പതുക്കെ തോന്നിക്കോളൂ എന്ന് മോളിൽ നിന്ന് മറുപടി പറഞ്ഞു. പിന്നെ 2 പരീക്ഷണങ്ങൾ. മുകളിലിരുന്നൊരു തട്ടം, അതിനകത്ത് വെച്ചിരുന്ന മലര് എല്ലാം കൂടെ എടുത്ത് സുദർശന ചക്രം പോലെ താഴേക്ക് എറിഞ്ഞിട്ട് ഇനി മേലാൽ വളത്തിൽ കാണിക്കരുതെന്ന് പറഞ്ഞു. പിന്നെ ജീവിതത്തിൽ ഒരിക്കലും പരീക്ഷിച്ചിട്ടില്ല. ആ അവസ്ഥ അവധൂത പാരമ്പര്യം. പക്ഷേ അവധൂത വൃത്തിയിൽ ഇരിക്കുന്ന സമയത്ത് പോലും ലോകമംഗളാർത്ഥം കർമ്മങ്ങൾ ആചരിച്ച് 14 സെന്റ് സ്ഥലത്തിനകത്തിരിക്കുമ്പോൾ ലോകത്ത് സർവ്വരാജ്യങ്ങളിലും അദ്ദേഹം പ്രത്യക്ഷപ്പെട്ടതായിട്ട് ആളുകൾ കണ്ട അനുഭവങ്ങൾ വെൽ റെക്കോർഡഡ്, റെക്കോർഡഡ് ആയിട്ടുള്ള ഡേറ്റ. ഇത് ഞാൻ സൂചിപ്പിക്കുന്നത് എന്താന്ന് ചോദിച്ചാൽ, ആ അദ്ഭുത പാരമ്പര്യം ഇദ്ദേഹത്തിൽ കൂടെ നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. പൂന്തറ എന്ന് പറയുന്നത് ആ ഒരു അർത്ഥത്തിൽ നമ്മുടെ ഒരു സ്പിരിച്വൽ ഹെഡ്ക്വാർട്ടേഴ്സ്, ഈ സ്റ്റേറ്റിന്റെ ഒരു സ്പിരിച്വൽ ഹെഡ്ക്വാർട്ടേഴ്സ് എന്ന് തന്നെ പറയാൻ പറ്റും. മഹാഗുരുനാഥന്മാര് അവിടെ ഇരുന്ന സമയത്ത് പോകാൻ ഭാഗ്യം സിദ്ധിച്ചിട്ടുണ്ട്. പക്ഷെ അന്ന് എൻ്റെ മനസ്സ് വേറൊരു ഭാവത്തിൽ നിന്നുകൊണ്ട് അവിടെ പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളാൻ സാധിച്ചില്ല. ഇന്ന് ഞാൻ ദുഃഖത്തോടെ അത് ഓർക്കുക. ആ അവധൂത പാരമ്പര്യത്തെ, ആ അവധൂത വൃത്തിയുടെ ബാഹ്യ തലത്തിലെ ബുദ്ധിമുട്ടുകൾ കംപ്ലീറ്റ് മാറ്റി വെച്ചിട്ട്
ഇന്നത്തെ കാലഘട്ടത്തിന് സ്വീകരിക്കാൻ പറ്റുന്ന ഏറ്റവും ഒരു സോഫ്റ്റ് ആൻഡ് വേ ഓഫ് ലൈഫിൽ കൂടെ നിങ്ങൾ അങ്ങേയറ്റം ഭാഗ്യം ചെയ്ത ആളുകളായതുകൊണ്ട് ഗുരുജിയിൽ കൂടെ നിങ്ങൾക്കത് അനുഭവിക്കുവാൻ സാധിക്കും. ശ്രീനാരായണ ഗുരുദേവന്റെയും ചട്ടമ്പി സ്വാമി തിരുവടികളുടെയും ഹിസ്റ്ററി പരിശോധിച്ചാൽ ഇത് രണ്ടും അവധൂത പാരമ്പര്യത്തിൽ കൂടെ കിട്ടിയതാണ്. അതാണ് അതിലെ രസം. ശ്രീനാരായണ ഗുരുദേവന്റെ ലൈഫ് കംപ്ലീറ്റ് ആയിട്ട് മുനി നാരായണ പ്രസാദ് എഴുതിയ ഒരു പുസ്തകം ബുക്ക് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ പബ്ലിഷ് ചെയ്ത് 22 ലാംഗ്വേജസിൽ പബ്ലിഷ് ചെയ്ത പുസ്തകം അവൈലബിൾ ആണ്. വാങ്ങി വായിച്ചു നോക്കണം. ഗുരുവിന്റെ കംപ്ലീറ്റ് കൃതികളും അതിനകത്ത് വരുന്നുണ്ട്. അതിനകത്ത് മരുത്വാമലയില് വെള്ളത്തളം ഗുഹയിൽ ഇരുന്ന സമയത്ത് ശ്രീനാരായണ ഗുരുദേവന് എങ്ങനെയാണ് ശിവദർശനം അനുഭവം ഉണ്ടായതെന്ന് നാണുവാശാൻ എന്ന പേരിൽ നടന്നിരുന്ന യുവാവിനെ ഗുരു നാരായണൻ എന്ന അവസ്ഥയിലേക്ക് ഉയർത്തിയ ശിവപെരുമാളിന്റെ പ്രത്യക്ഷപ്പെടലിന്റെ കൃത്യമായ ആവിഷ്കരണം അവിടെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് മണിനാരായണ പ്രസാദിന്റെ പുസ്തകത്തിൽ. വാങ്ങി വായിച്ചു നോക്കണം. അന്ന് നാണുവാശാൻ എന്നുള്ള പേരിൽ നടക്കുകയാണ്. അദ്ദേഹം വെള്ളത്തളം ഗുഹയുടെ മുകളിൽ അങ്ങനെ ഇരിക്കുന്നു. സമുദ്രത്തിൽ നിന്ന് നേരിട്ട് വരുന്ന കാറ്റ് ദേഹത്ത് കൊണ്ട് കുഴിഞ്ഞ് കയറുന്ന അനുഭവമാണ്. ഇപ്പോഴായാലും അങ്ങനെയാണ്. അവിടെ ഇരുന്നു 22 ദിവസം അങ്ങനെ ഇരുന്നു. കൂടി വെള്ളമില്ല, ഒന്നുമില്ല, ഭക്ഷണമില്ല. ശരീരം ഇനി ഇതിനപ്പുറം തളരാനില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അരണ്ട നിലാവില് നോക്കിയപ്പോ താഴേന്ന് ആരോ കയറി വരുന്ന രൂപത്തെ ശ്രദ്ധിച്ചു. ഏതാണ്ട് അടുത്തടുത്ത് വന്നപ്പോഴത്തേക്ക് ദേഹാസകലം കരിമ്പടം മൂടിയ ഒരു രൂപം ഇങ്ങനെ കയറി മുകളിലേക്ക് വരുന്നു. മുകളിലെത്തി എന്നിട്ട് ഏതാണ്ട് കണ്ണിൽ കാണാവുന്ന ഒരു അവസ്ഥയിൽ എത്തിയപ്പോഴേക്കും ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങ് എഴുന്നേറ്റു. ഈ രൂപം ഇനി അടുത്തെത്തിയപ്പോൾ ദേഹവാസകലം കരിമ്പടം പുതച്ചിരിക്കുന്നു. ഈ കണ്ണുകൾ രണ്ടും അങ്ങനെ കത്തിക്കാളുക അടുത്ത് വന്നു. എന്നിട്ട് ഒരു പപ്രശ വേഷത്തിൽ ഇങ്ങനെ നിൽക്കുന്നു, ദുർഗന്ധം. എന്നിട്ട് അദ്ദേഹം തമിഴിൽ ചോദിക്കുകയാണ്, പശികൃത വിശക്കുന്നോന്ന് ചോദിച്ചു. അപ്പൊ തലയാട്ടി. അതിനുള്ള ആരോഗ്യം മാത്രമേ ഉള്ളൂ. വാതിറക്കാൻ പറഞ്ഞു. വാതിറന്നു. എന്നിട്ട് ഈ വന്ന ആളിന്റെ കയ്യിൽ തേക്കിലയിൽ പൊതിഞ്ഞ പഴത്തൊലി കളഞ്ഞ പഴവും അവലും ഉണ്ടായിരുന്നു. അത് കൂട്ടിക്കുഴയ്ക്കുക. അപ്പോൾ പഴത്തൊലി കളഞ്ഞ പഴവും അവലും കൂട്ടിക്കുഴയ്ക്കുന്ന കൂട്ടത്തിൽ 2 ഇൻഗ്രീഡിയൻസും കൂടെ കൂട്ടിക്കുഴയ്ക്കുക. ഈ കുഴയ്ക്കുന്ന ആളിന്റെ കയ്യിൽ നിന്ന് ചലവും പഴുപ്പും ചോരയും കൂടെ ഇതിന്റെ കൂടെ കുഴയുക. ഇത് കൂട്ടിക്കുഴയുക. ഈ കൂട്ടിക്കുഴച്ചിട്ട് ഉരുളയാക്കിയിട്ട് വാതിറക്കാം വായിലേക്ക് ഇട്ടു. അങ്ങനെ 3 തവണ ഇതങ്ങോട്ട് വായിലേക്ക് ഇട്ടുകൊടുത്തു. കണ്ണുകൾ അടഞ്ഞു. പരിസര ബോധമില്ല. എന്താ സംഭവിക്കുന്നെന്ന് അറിയത്തില്ല. ദേഹം മൊത്തം പൊളിഞ്ഞു പോയ അവസ്ഥ. പിന്നെ ഒന്നുമില്ല. അഖണ്ഡബോധം മാത്രം. സ്വല്പം കഴിഞ്ഞ് കണ്ണു തുറന്നു നോക്കിയപ്പോൾ അവിടെ ആരും കാണാനില്ല. ഇത് അനുഭവമാണ്. ഇത് ഗുരുദേവൻ നേരിട്ട് പറഞ്ഞിട്ടുള്ള അനുഭവമാണ്. ഇതുപോലെ തന്നെയാണ് ചട്ടമ്പി സ്വാമി തിരുവടികൾക്കും സംഭവിച്ചത്. അദ്ദേഹം വടിവീശ്വരം എന്ന് പറയുന്ന സ്ഥലത്ത് ഇങ്ങനെ കറങ്ങി നടക്കുന്ന സമയത്ത് അന്ന് കുഞ്ഞൻപിള്ള ഗുസ്തിയൊക്കെ പഠിച്ചിട്ട് നടക്കുകയാണ്. സംസ്കൃത പണ്ഡിതന്. വടിവീശ്വരം എന്ന് പറയുന്ന സ്ഥലത്ത് ചെല്ലുമ്പോൾ ഒരു കല്യാണ വീട്ടില് അവിടെ എച്ചിലിലയ്ക്ക് പട്ടികളും മനുഷ്യനും കൂടെ ഇതിന് കടി കൂടും. പട്ടികൾ അങ്ങോട്ട് പിടിക്കും, ഒരു മനുഷ്യൻ അതിന്റെ കൂടെ ഇങ്ങോട്ട് നിൽക്കും. പട്ടികളെല്ലാം നക്കുന്നുണ്ട്, ഈ മനുഷ്യൻ ഇങ്ങോട്ട് പിടിക്കുന്നുണ്ട്, അതിൽ പിടിച്ച് ഇദ്ദേഹം നക്കുന്നുണ്ട്. അവസാനം ഈ കസർത്ത് കണ്ടോണ്ട് ഈ കുഞ്ഞൻപിള്ള അടുത്തേക്ക് ചെന്നു കഴിഞ്ഞപ്പോൾ ഈ മനുഷ്യൻ ഇദ്ദേഹത്തെ സൂക്ഷിച്ചു നോക്കിയപ്പോൾ അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ അപാരമായൊരു തിളക്കം കാണും. എഴുന്നേറ്റു. അപ്പോഴത്തേക്ക് ഈ കുഞ്ഞൻപിള്ള അടുത്തേക്ക് ചെന്നു. ഇദ്ദേഹം നടക്കാൻ തുടങ്ങി. കുഞ്ഞൻപിള്ള പുറകെ നടന്നു. ഇദ്ദേഹം ഓടാൻ തുടങ്ങി. കുഞ്ഞൻപിള്ള പുറകെ ഓടി. ഇന്ന് നമ്മള് കുമാരകോവിലിൽ പോവല്ല, തമിഴ്നാട്ടിലെ കന്യാകുമാരിക്ക് പോകുന്ന റോഡ്. അന്നത് ഹൈവേ ഒന്നും ആയിട്ടില്ല. ആ പ്രദേശവും കടന്നങ്ങ് മലമ്പ്രദേശത്തേക്ക് ഓടി ഒരു 7 കിലോമീറ്റർ ഓടി. വേറെ ആർക്കും ഓടാക്കത്തില്ല. ഇദ്ദേഹത്തിന് അത്രയും കായിക ശേഷി ഉണ്ടായിരുന്നു. ഓടി ഒരു മലയുടെ മുകളിൽ കയറി. അപ്പൊ ചോദിച്ചു, അവിടെ നിന്നു, എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ എന്തിനാ വന്നതെന്ന് അങ്ങേക്ക് അറിയാമല്ലോ എന്ന് പറഞ്ഞു. വാരി അങ്ങ് കെട്ടിപ്പിടിച്ചു. ഇതാ സർവസ്വവും നിനക്ക് തരികയാണ് എന്ന് പറഞ്ഞിട്ട് കണ്ണടച്ച് ആ സർവസ്വവും ആ തപശക്തി മൊത്തവും ആ സിദ്ധയോഗിയിൽ നിന്ന് ഏറ്റുവാങ്ങി. പിന്നെ കണ്ണു തുറന്ന് നോക്കിയപ്പോൾ അവിടെ ഇങ്ങനെ ആരെയും കാണാൻ. സമാന അനുഭവം. കാരണം ദിവ്യാത്മാക്കളുടെ ബിസിനസ് ഇതാ. കാരണം they do business not for profit. All others do business for making profit. അതാണ് അവരുടെ ഏറ്റവും വലിയ വ്യത്യാസം. ചിന്തിച്ചു നോക്കുക. ഇങ്ങനെ ശിഷ്യ പ്രശിഷ്യ പരമ്പര വഴി ഈ മഹത്തായ ദർശനം, ധർമ്മം, സത്യം ഇത് പ്രപഞ്ചത്തിന് വാരിവിതറിക്കൊണ്ട് ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്ന് പറയുവാൻ നമുക്ക് മാത്രമല്ലേ സാധിക്കുന്നുള്ളൂ. ചിന്തിച്ചു നോക്കൂ.
ഞാൻ വേറെ ആരെയും ചെറുതാക്കി കാണിക്കാൻ വേണ്ടി പറയുകയല്ല. ഇത് ആദിമ കാലത്തുണ്ടായ ഒരു ദർശനമായതുകൊണ്ട് വേറെ പ്രത്യേകിച്ച് ആരുമായിട്ട് മത്സരിക്കാൻ പോകേണ്ട അവസ്ഥയില്ല. അതുകൊണ്ട് ഈ പ്രപഞ്ചത്തിൽ ജാഗ്രത് സ്വപ്ന സുഷുപ്തിഷു സ്ഫുടതര യാ സംവിദ് ഉജൃംഭത്തെ യാ ബ്രഹ്മാദിപിപീലികം തനുഷുപ്രോത ജഗത് സാക്ഷിണി ശൈവാഹം നച ദൃശ്യമസ്തുതി ദൃഢപ്രജ്ഞാപിയസ്യാസ്തി ചേൽ ചണ്ടാളോസ്തു സതു ദ്വിജോസ്തു ഗുരുരിത്യേഷ വിനീഷാമമ എന്ന് ഉറക്കെ പറയുവാൻ സാധിച്ചു. ആദിശങ്കരാചാര്യർ പ്രത്യക്ഷത്തിൽ ശങ്കരാവതാരം തന്നെയായിരുന്നു. അദ്ദേഹം കാലടിയിൽ നിന്ന് പോയി അവിടെ ഗോവിന്ദാചാര്യരുടെയൊക്കെ അടുത്ത് പോയി കുറെ ജ്ഞാനമൊക്കെ സമ്പാദിച്ചു. പക്ഷേ അദ്ദേഹത്തിനും ഈ ബുദ്ധന ബോധം ലഭിച്ചു എന്ന് പറഞ്ഞ പോലെ ഒരു റിവീൽഡ് സോൾ ആയിട്ടില്ല. പക്ഷെ ശിഷ്യന്മാരൊക്കെ ഉണ്ട്. കാശിയിൽ പോയി ഗംഗാനദിയിൽ കുളിച്ചിട്ട് കാശി വിശ്വനാഥ ദർശനത്തിനായിട്ട് ചെല്ലുന്നു. കാശി വിശ്വനാഥ ദർശനത്തിനായിട്ട് ശങ്കര ഭഗവത്പാദരും ശിഷ്യന്മാരും നദിയിൽ നിന്ന് ക്ഷേത്രത്തിലേക്ക് നടന്നു ചെല്ലുമ്പോൾ എതിരെ ഒരു ശോഭജൻ നടന്നു വരുന്നു. ശോഭജൻ എന്ന് വെച്ചിരുന്നാൽ പട്ടിയൊക്കെ ഓടിച്ചിട്ട് അടിച്ചു കൊന്ന് തോലുരിച്ച് കളഞ്ഞിട്ട് ബാക്കി തോളിലിട്ടിരിക്കും. വിശക്കുമ്പോൾ ഓരോ പീസ് കടിച്ചു തിന്നും. മാതിരിയുള്ള ഹീനവൃത്തി ആചരിക്കുന്ന ആളുകൾ ഇപ്പോഴും നിങ്ങൾ അവിടെ പോയാൽ കാണാം. അങ്ങനെ ഒരുത്തൻ കടന്നു വരുന്നു. എന്നിട്ട് സാധാരണ സന്യാസിമാരൊക്കെ ടീമായിട്ട് വരുന്ന കണ്ട ഇവർ വഴി ഒഴിഞ്ഞു പോകും. പക്ഷേ ഈ മനുഷ്യൻ വഴി ഒഴിഞ്ഞു പോകുന്നില്ല. അവസാനം ദൂരെ നിന്ന് കേൾക്കുന്ന അകലെയായപ്പോൾ പറഞ്ഞു, ഹോ തിഷ്ട തിഷ്ട, ഹേ നിൽക്കൂ എന്ന് പറഞ്ഞു. ആര് കേൾക്കാൻ? നേരെ കയറി ഇഞ്ഞ് വരിക. കുറച്ചു കഴിഞ്ഞ് എന്താ മാർഗം? അവിടെ നിന്നുകൊണ്ട് ഗുരുപാദർ പറഞ്ഞു, ശങ്കര ഭഗവത്പാദർ പറഞ്ഞു, വഴിമാറിപ്പോകൂ എന്ന് പറഞ്ഞപ്പോൾ ഒരു ചോദ്യം തിരിച്ചു ചോദിച്ചു. ആഗ്നേയ അസ്ത്രം പോലെ ആ കണ്ണിൽ നിന്ന് തീവ്രമായ ആ തപശക്തി ശങ്കരന്റെ കണ്ണിലേക്ക് പതിച്ചിട്ട് ആഗ്നേയാസ്ത്രം പതിച്ച നീറ്റൽ അനുഭവിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ചോദിക്കുന്നു, നശിക്കുന്ന ഈ ശരീരത്തോടാണോ നശിക്കാത്ത ആത്മാവിനോടാണോ വഴിമാറി പോകാൻ പറഞ്ഞത് എന്ന് ചോദിക്കുന്നു. ചോദ്യം മനസ്സിലായല്ലോ? നശിക്കുന്ന ശരീരത്തോടാണോ നശിക്കാത്ത ആത്മാവിനോടാണോ വഴിമാറിപ്പോകാൻ പറഞ്ഞത് എന്ന് ചോദിക്കുന്നു. ബോധ്യം വന്നു. അപ്പോൾ ചിന്തിച്ചു, ഇത് കേവലനായ ഒരു ശോഭജനല്ല. ചിന്തിച്ചു, ബോധമുള്ളവനാ, അതുകൊണ്ട് ചിന്തിച്ചു. എന്നിട്ട് കണ്ണടച്ചു, അവിടെ ഇരുന്നു. ആരാണാവോ യഥാർത്ഥ സ്വരൂപം കാട്ടിത്തരണമേ എന്ന് ചങ്കു പൊട്ടി പ്രാർത്ഥിച്ചു. അടുത്ത നിമിഷം കണ്ണു തുറന്നു നോക്കിയപ്പോൾ നമ്മുടെ കാലടിക്കാരനായ കുഞ്ഞശങ്കരന്റെ മുന്നില് കൈലാസവാസിയായ ബടാ ശങ്കരൻ അവിടെ ഇങ്ങനെ ആകാശം മുട്ട നിൽക്കുക. അങ്ങനെ ശങ്കര ദർശനം. ആ ശങ്കര ദർശനം കണ്ടു കഴിഞ്ഞപ്പോൾ അവിടെ ഇരുന്നു കൊണ്ട് ശങ്കര ഭഗവത്പാദർ അനുഭൂതിയിൽ ലയിച്ചു. ആ അനുഭൂതിയിൽ ലയിച്ചുകൊണ്ട് പറഞ്ഞ 5 ശ്ലോകങ്ങളുണ്ട്. അതിനെയാണ് മനീഷാ പഞ്ചകം എന്ന് പറയുന്നത്. ആ മനീഷാ പഞ്ചകത്തിലെ ആദ്യത്തെ ഒരൊറ്റ ശ്ലോകം മാത്രം പഠിച്ചാൽ മതി മനുഷ്യന്റെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അവിടെ കാലടിക്കാരൻ കൊച്ചുശങ്കരൻ ചെറിയ മീയും എത്തേണ്ട കൈലാസവാസിയായ ശങ്കരൻ വലിയ മീയും. അവിടെ ആ ഒരു മീ ടു മീ ഫ്ലോ അവിടെ കംപ്ലീറ്റ് ആവുകയാണ്. ജാഗ്രത് സ്വപ്ന സുഷുപ്തിഷു സ്ഫുടതരായ സംവിദ് ജൃംഭതേ. ജാഗ്രത്തിലും സ്വപ്നത്തിലും സുഷുപ്തിയിലും ഏത് ജീവ ചൈതന്യമാണോ സമ്യക്കാകും വണ്ണം ഉജൃംഭണം ചെയ്തുകൊണ്ട് ഈ പ്രപഞ്ചത്തിന്റെ മൊത്തവും സമസ്ത ധർമ്മങ്ങളെയും കർമ്മങ്ങളെയും ചലിപ്പിക്കുകയും തുടിപ്പിക്കുകയും ത്വരിപ്പിക്കുകയും ചെയ്യുന്നത് യാ ബ്രഹ്മാദിപി പീലികാന്ത തനുഷുപ്രോതാ ജഗത് സാക്ഷിണി. ഏത് മഹത് ചൈതന്യമാണോ ബ്രഹ്മാവ് മുതൽ എറുമ്പ് വരെയുള്ള സമസ്ത ജീവരാശിയെയും ഒരു പൊന്നിന്നൂല് പോലെ കോർത്തിണക്കിക്കൊണ്ട് നിൽക്കുന്നത് സൈവാഹം, അത് തന്നെയാണ് ഞാൻ. നചദൃശ്യ വസ്തു, അല്ലാതെ ഈ കാണപ്പെടുന്ന ഒരു മണ്ണാങ്കട്ടയല്ല. ഇത് ദൃഢപ്രജ്ഞ. ഈ ദൃഢബോധം ആർക്കുണ്ടോ അവൻ സതു ചണ്ടാള. പ്രത്യക്ഷത്തിൽ അവൻ ചണ്ടാളനായിക്കോട്ടെ, സതുദ്വിജ അവൻ ഏറ്റവും വലിയ കുലത്തിൽ പറഞ്ഞ ബ്രാഹ്മണനായിക്കോട്ടെ, എനിക്ക് സമമാണ്. ഈ ബ്രഹ്മബോധം, ഈ ബ്രഹ്മബുദ്ധി, ഇത് അവിടെ വെള്ളത്തളം ഗുഹയിൽ വെച്ച് അവിടേക്ക് വന്ന് ഈ കുഷ്ഠരോഗിയുടെ രൂപത്തിൽ വന്ന ശിവനിൽ നിന്ന് ശ്രീനാരായണ ഗുരുദേവന് ലഭിച്ചു. അതുപോലെ വേറൊരു അവധൂതനിൽ നിന്ന്, അതും ശൈവസങ്കല്പം, ചട്ടമ്പിസ്വാമി തിരുവടികൾക്ക് ലഭിച്ചു. പൂന്തറയിൽ നിന്ന് എത്ര ആയിരക്കണക്കിന് ആളുകൾക്ക് ആ ഭാഗ്യം സിദ്ധിച്ചു എന്ന് ആർക്കും എണ്ണി തിട്ടപ്പെടുത്താൻ സാധിക്കില്ല. എന്റെ ഗുരുനാഥനായ സത്യാനന്ദ സരസ്വതി തിരുവടികൾ സ്വാമികൾ, ചെങ്ങോട്ടുവണം സ്വാമി, ഞങ്ങളെ അവിടെ ഇരുത്തി എനിക്ക് 10-12 വർഷം കൂടെ താമസിക്കാനുള്ള മഹാഭാഗ്യം ഉണ്ടായി. രാവിലെ 4 മണിക്ക് ചവിട്ടി എഴുന്നേൽപ്പിച്ച് യോഗ ചെയ്യിപ്പിക്കുമ്പോൾ രാവിയിട്ടുണ്ട്. പക്ഷെ അന്ന് ആ ചെയ്യിപ്പിച്ചതിന്റെ ഗുണം പിന്നീട് എന്താണെന്ന് മനസ്സിലായി. ലോകമെമ്പാടും സഞ്ചരിക്കുവാനും ലോകമെമ്പാടും കൊണ്ടു നടന്ന് ഒരുപാട് രാജ്യങ്ങളിൽ കൊണ്ടുപോയി പരിചയപ്പെടുത്തുവാനും ഇമാതിരിയുള്ള ഒരുപാട് ഫോറങ്ങളിൽ എത്തിച്ചേരുവാനുമുള്ള അപാരമായ ഗുരുകൃപ ആ കാരുണ്യത്തിൽ നിന്ന് കിട്ടിയതാ. അത്ഭുതകരമായ ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഞാൻ അതെല്ലാം പറയാൻ നിൽക്കുന്നില്ല, അധികം സമയമില്ല. ഞാൻ പെട്ടെന്ന് തന്നെ ഒരു സംഗതി, എനിക്ക് ആദ്യം ഒരു പണി ഏൽപ്പിച്ചതുകൊണ്ട്
ഞാൻ അതും കൂടെ ഒന്ന് സൂചിപ്പിച്ച് നിർത്താം. നമ്മൾ ചിന്തിച്ചു എന്താ ഭാഗവത സപ്താഹം കേട്ടാലത്തെ ഗുണം. സപ്താഹം കേട്ടാലത്തെ ഗുണം എ ടോട്ടൽ റിഫൈൻമെന്റ് വിൽ കം. കാരണം നമ്മളെ പ്രാണനെ ലൂമറൗണ്ട് ചെയ്തു നിൽക്കുന്നത് അഹന്തയുടെ 7 ലെയറുകളാണ്. എല്ലാ വ്യക്തിയുടെയും പ്രാണിക് എനർജിയെ ലൂമറൗണ്ട് ചെയ്തു നിൽക്കുന്നത് 7 ലെയേഴ്സ് ഓഫ് നെഗറ്റീവ് എനർജീസ് ആണ്. ആ 7 ലെയേഴ്സ് ഓഫ് നെഗറ്റീവ് എനർജീസ് ഏതെന്ന് നന്നായിട്ട് മനസ്സിലാക്കണം. അഹം തു ബലവാൻ ധീമാൻ ശ്രീമാൻ ഭൂമാൻ സുപുത്രവാൻ യശസ്വി മാനിതശ്ചൈവ കോസ്തി ലോകേ മയാദൃശം. മനസ്സിലായല്ലോ എല്ലാവർക്കും അല്ലേ? അങ്ങനെ ഗുണമുണ്ട്. ഹിന്ദുക്കളുടെ അടുത്ത് സംസ്കൃതം മാത്രം പറയരുത് അല്ലേ, ബാക്കി എന്ത് അസംസ്കൃതം വേണേലും പറയാം ധൈര്യമായിട്ട്. അപ്പോൾ ആദ്യത്തേത് അഹം തു ബലവാൻ. നമ്മുടെ ആദ്യത്തെ ഈഗോ, ഫസ്റ്റ് ലെയർ ഓഫ് ഈഗോ എന്ന് പറഞ്ഞിരുന്നാൽ ഫിസിക്കൽ ഈഗോ, അഹം തു ബലവാൻ. പിന്നീട് ധീമാൻ, ഐ എം ഹൈലി ഇന്റലിജൻസ്. 1964 എന്റെ യൂണിവേഴ്സിറ്റി IQ റെക്കോർഡ് ഇതുവരെ ഒരുത്തനും ഭേദിച്ചിട്ടില്ല എന്നൊക്കെ തട്ടമ്പുറത്ത് കയറിയിരുന്ന് വീമ്പിളക്കത്തില്ലേ, ആ സാധനം. അതാണ് രണ്ടാമത്തെ ഈഗോ. ബോസ്റ്റിംഗ് അബൌട്ട് വൺസ് ഓൺ ഇന്റലക്ച്വൽ കപ്പാസിറ്റീസ്, അത് സെക്കൻഡ് ലെയർ ഓഫ് ഈഗോ. അഹം തു ബലവാൻ ധീമാൻ ശ്രീമാൻ. ആവശ്യം പോലെ ശ്രീ ലക്ഷ്മി ദേവിയുടെ കടാക്ഷം സിദ്ധിച്ചിട്ടുണ്ടെന്നുള്ള അഹന്ത. അഹം തു ബലവാൻ ധീമാൻ ശ്രീമാൻ ഭൂമാൻ. അതിപ്പോ ഇല്ല കേട്ടോ. അന്ന് ഭൂമാൻ എന്ന് പറയാൻ കാരണം പണ്ട് കാലത്ത് ഏക്കർ സെന്റ് പുരയിടം ഒരുപാട് ആളുകൾക്കുണ്ടായിരുന്നു. ഇപ്പം ഭൂവില്ല, എല്ലാം ഭൂന്ന് തുപ്പാൻ പോലും 3 സെന്റ് സ്ഥലം ഇല്ലാതാ ജീവിക്കുന്നത്. ഞാൻ എന്റെ കാര്യം പറഞ്ഞു കേട്ടോ. അപ്പൊ അങ്ങനെ ഭൂമാൻ. അപ്പൊ പിന്നെയോ അടുത്തത് സുപുത്രവാൻ. എന്നോട് കളിക്കരുത്, നല്ല ഗുണ്ട ടൈപ്പ് പിള്ളേരുണ്ട്, വീട്ടിൽ ചെന്ന് എല്ലാത്തിനും കൂടെ ഞാൻ ഇങ്ങോട്ട് തുറന്നു വിടും. ഈ അഹന്ത കാരണമാ പോണ്ടാക്കണ്ണന് അവസാന കാലത്ത് വായിൽ ഉദകം ചെയ്യാൻ ഒരു സന്തതിയെ പോലും കിട്ടാതെ പോയത്. മഹാഭാരതത്തിൽ നിന്ന് പഠിക്കേണ്ട ഏറ്റവും വലിയ ഗ്ലോറിയസ് ലെസൺ അവിടെയാണ്. സുപുത്രവാൻ. ആ അഹന്ത വേണ്ട. സുപുത്രവാൻ. പുത്രയുണ്ടെങ്കിലും പുത്രിയുണ്ടെങ്കിലും ആവശ്യത്തിന് ഒരു വ്യക്തിക്ക്, അച്ഛന് അല്ലെങ്കിൽ അമ്മയ്ക്ക് ഉതകണമെങ്കിൽ ആ കുട്ടിക്ക് അപാരമായ ദൈവഭാഗ്യം, ദൈവാനുഗ്രഹം ഉണ്ടെങ്കിലേ പറ്റൂ. അച്ഛനും അമ്മയും എങ്ങനെയെങ്കിലുമൊക്കെ പോകും. ആ കുട്ടിക്ക് അപാരമായ ദൈവഭാഗ്യം ഉണ്ടെങ്കിൽ മാത്രമേ പിതൃഋണം എന്നുള്ളത് വീട്ടിട്ട് അവർക്ക് ജീവിക്കാൻ സാധിക്കത്തുള്ളൂ. വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. ചിന്തിച്ചു നോക്കുക. സുപുത്രവാൻ. അടുത്തത് യശസ്വി. അപാരമായ റെപ്യൂട്ടേഷൻ ഉള്ള ആള്. അവന്റെ കെട്ടിവരിഞ്ഞു നിർത്തിയിരിക്കുകയാണ് ആ ഈഗോ. അത് പൊട്ടിക്കാൻ വലിയ പാടാണ്. പിന്നെ മാന്യത. ചെല്ലുന്നിടത്തെല്ലാം ഫസ്റ്റ് റോയിൽ കസേര കിട്ടുന്നിടത്ത് മാന്യതൻ. നമ്മൾ കണ്ടിട്ടില്ലേ സിറ്റിയിലെ ചില കല്യാണ മണ്ഡപങ്ങളിൽ നമ്മൾ ചെല്ലും, ലേറ്റായിട്ട് ചെല്ലുകയാണെങ്കിൽ അകത്തോട്ട് കാല് കുത്താൻ പറ്റില്ല. എന്നിട്ട് ജനലിൽ കൂടെ ചെന്നിട്ട് ഇങ്ങനെ എത്തി വലിഞ്ഞു നിൽക്കും. ശരീരത്തിന്റെ പകുതി ഭാഗം വെളിയിലും പകുതി കല്യാണ മണ്ഡപത്തിനകത്തും. ഇങ്ങനെ നിൽക്കുമ്പോൾ കാണാം ചുമന്ന കസേര ഇരിക്കുന്നവരുടെ തലയുടെ മുകളിൽ കൂടെ പോകുന്നത് അല്ലേ. അപ്പം മനസ്സിലായിക്കൊള്ളണം, ഏവനോ ഒരു, ഞാൻ വാക്ക് ഉപയോഗിക്കുന്നില്ല, സാധനം അവിടെ വന്നിട്ടുണ്ട്. ഏവനോ പാവം നേരത്തെ വന്നിരുന്നവനെ പൊക്കി വെച്ച് കസേര മാന്യത അവന് ഫ്രണ്ട് റോയിൽ കസേര ഇട്ട് കൊടുക്കാൻ ചെല്ലുന്നു. ഈ 7 അഹന്തകള് നമുക്ക് സപ്താഹ ശ്രവണേനൈവ, ഈ സപ്താഹ ശ്രവണം കൊണ്ട് സബ്സിക്വൻലി ലെയർ ആഫ്റ്റർ ലെയർ ഇത് പൊട്ടിച്ച് മനസ്സിനെ അതിന്റെ ഏറ്റവും സട്ടിൽ ആൻഡ് സബ്ലൈം ലെവലിലേക്ക് കൊണ്ടെത്തിക്കുവാൻ സാധിച്ചു കഴിഞ്ഞാൽ പിന്നീട് അവശേഷിക്കുന്നത് അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ മോക്ഷപദവി തന്നെ. കാരണം പിന്നെ ശരീരം ഇല്ലല്ലോ. ശുഖബ്രഹ്മർഷിയുടെ അപാരമായ സ്ഥിതിവിശേഷത്തിന്റെ സമ്പൂർണതയാണ് നമ്മൾ ഭാഗവതത്തിൽ എത്തിച്ചു കാണുന്നത്. ശുഖബ്രഹ്മർഷിയുടെ വിളയാട്ടം എന്ന് തന്നെ പറയാം ഭാഗവതത്തെ. അത് ആ ഒരു ലെവലില് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം. ദ്വിതീയ സ്കന്ധം മുതൽക്ക് ശ്രീശുഖോപാധ ആരംഭിച്ചു കഴിഞ്ഞിരുന്നാൽ അതില് 12ാം സ്കന്ധത്തിൽ 5ാം അധ്യായത്തിൽ അവസാനത്തെ ശ്രീശുഖോപാധ ബ്രഹ്മോപദേശം വരെ വരുന്നിടത്ത് അപാരമായ ഒരു സീക്വൻഷ്യൽ പ്രോഗ്രസ് ആണ്, നമ്മളുടെ ആ ഒരു മാൻ മേക്കിംഗ് പ്രോസസ്സാണ് നമുക്ക് ഭാഗവതത്തിൽ കാണാൻ സാധിക്കുന്നത്. ഇത് വളരെ സൂക്ഷ്മതയോടെ പഠിക്കണം. കഥകള് എന്ന് പറയുന്നത് വേറെ ഏണികളാണ്. കഥകൾ ഏണികളാണ്. ആരെങ്കിലും ഏണിയിലിരുന്ന് ഉറങ്ങാറുണ്ടോ? ഏണിയിലിരുന്ന് പൂട്ട് തിന്നാൻ പറ്റും? ഏണിയിലിരുന്ന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഏണി വേണം, കയറി പോകാൻ ഏണിയെ വേണം. ഏണി എന്ന് പറയുന്നത് ലക്ഷ്യത്തിലേക്ക് നയിക്കാനുള്ള ഒരു ഹെൽപ്പിംഗ് ലാഡർ മാത്രമാണ്. കഥകൾ മൊത്തവും ഉപാധികൾ മാത്രമാണ്. ഉപാധിക്ക് അപ്പുറം പോയ ലക്ഷ്യമെന്തോ ആ ലക്ഷ്യമാണ് ദ വലിയ മീ. ആ വലിയ മീയിലേക്ക് ചെറിയ മീയെ കൊണ്ടെത്തിക്കുവാനുള്ള ഉപാധികളാണ് പുരാണങ്ങളും കഥകളും ഗ്രന്ഥങ്ങളും സത്സംഗവും ബാക്കി സർവ്വതും എന്ന് നമുക്ക് തിരിച്ചറിയുവാൻ സാധിക്കുന്നിടത്ത് ഓരോ സത്സംഗം കഴിയുന്തോറും നമുക്ക് സ്വയം ഗേജ് ചെയ്യാൻ സാധിക്കണം. ഹൗ ഫാർ ഐ ആം എലിവേറ്റഡ് നോട്ട് ഫിസിക്കലി ബട്ട് സ്പിരിച്വലി.
ഓരോ സത്സംഗം കഴിയും തോറും എനിക്ക് ഈ പറഞ്ഞ 7 ഈഗോയിൽ ഏതിനൊക്കെ ഇന്ന് കൊട്ടു കൊടുക്കാൻ സാധിച്ചു. ഇങ്ങനെ ഓരോ വ്യക്തിയും ഒരു സെൽഫ് ഇവാലുവേഷന് വിധേയമാക്കാനുള്ള ഒരു 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 കോമൺ സെൻസ് നമുക്ക് ബിൽഡപ്പ് ചെയ്യാൻ സാധിച്ചാൽ വളരെ വളരെ അത്ഭുതകരമായ ജീവിത അനുഭവങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, ഇവരുടെ രണ്ടുപേരുടെയും ടെൻഷൻ വർദ്ധിക്കുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല. ഒരു സംഗതിയും കൂടെ എനിക്ക് പണി തന്നതുകൊണ്ട് ഞാൻ ഒന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇത് തിരുവോണം ഐതിഹ്യങ്ങളും യാഥാർത്ഥ്യവും എന്ന് പറഞ്ഞൊരു പുസ്തകം നമ്മൾ കേട്ടിട്ടുള്ള കഥ എന്ന് വെച്ചിരുന്നാൽ, മഹാബലി നീതിമാനായ ചക്രവർത്തിയായിരുന്നു. അദ്ദേഹത്തെ ഇന്ദ്രന്റെ ഏഷണി കാരണം മഹാവിഷ്ണു ഒരു ഡ്വാർഫിന്റെ രൂപം ധരിച്ച് അവിടെ ചെന്നൊരു കൊട്ടേഷൻ ഏറ്റെടുത്ത് ഇങ്ങനെ അങ്ങോട്ട് ചവിട്ടി താഴ്ത്തി. അങ്ങനെ ഒരു ഹീനവൃത്തിയുടെ കഥയാണ് എന്ന് ഒരു കഥ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇതെല്ലാം കേട്ടുകൊണ്ട് ഇങ്ങനെ നമ്മളിങ്ങനെ നടക്കുകയാണ്. സത്യത്തിൽ എന്താ സംഭവിക്കുന്നത്? വേദവ്യാസ വിരചിതമായ ശ്രീമദ് ഭാഗവതം സംസ്കൃത മൂലഗ്രന്ഥമാണ് വാമനാവതാര കഥ ബേസിക്കലി പറഞ്ഞു വെച്ചിരിക്കുന്നത്. ആ വാമനാവതാര കഥയിലെ ഹീറോ എന്ന് പറയുന്നത് വാമനനാണ്, മഹാബലി അല്ല. ഇതാദ്യം മനസ്സിലാക്കുക. ഇതപ്പുറത്ത് വില്ലനെയാണ് ഹീറോ ആയിട്ട് അവതരിപ്പിക്കുന്നത്. അവിടെ മുതൽക്ക് സംഗതി കളി തെറ്റുകയാണ്. ആ പരിപ്രേക്ഷ്യം മാറി. അത് കഴിഞ്ഞ ശേഷം കിളിപ്പാട്ടിലൂടെ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ ഇത് കൃത്യമായിട്ട് മലയാളത്തിലും പറഞ്ഞു വരുന്നിട്ടുണ്ട്. 1990 പുനഃപ്രസിദ്ധീകരിച്ച മുഴങ്ങോട്ട് വിള കൃഷ്ണപിള്ളയുടെ കേരള ഭാഷാഗാനം മൂലസഹിതം പുസ്തകം അതും വായിച്ചു കഴിഞ്ഞിരുന്നാൽ അഷ്ടമസ്കന്ധം 15-ാം അധ്യായത്തിലെ മഹാബലിയുടെ സ്വർഗജയം എന്ന് പറയുന്ന ഭാഗം മുതൽ ഭഗവത് ആദേശം 23-ാം അധ്യായം വരെ വരുന്ന 334 ശ്ലോകങ്ങൾ, അതിന്റെ എക്സ്പ്ലനേഷൻ, ഇത് മാത്രം വായിച്ചാൽ മതി, സർവ്വതെറ്റിദ്ധാരണ നീങ്ങും. ഈ പുസ്തകം എഴുതാനുണ്ടായ പശ്ചാത്തലം തന്നെ മാരായമുട്ടം എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ഓണ പരിപാടിക്ക് വന്നപ്പോൾ KG ജോർജ് എന്ന് പറയുന്ന ഫിലിം ഡയറക്ടർ അദ്ദേഹം പ്രസംഗിച്ചു. ഓണം നല്ലത് ഉദ്ഘാടനം ചെയ്തു. എന്നിട്ട് ഞാൻ ഓണമുണ്ട്, പക്ഷെ അതോടൊപ്പം ചതിയുടെ മണമെന്ന് പറഞ്ഞ് മണ്ടൻ കഥ പറഞ്ഞു. വിളിച്ചുകൊണ്ട് വന്നവരാകപ്പാടെ വിഷമിച്ചിരിക്കുക. മുഖ്യപ്രഭാഷകനായിട്ട് എന്നെ പുറകെ വെച്ചിരിക്കുക. എന്നെ കഷ്ടകാലത്തിൽ എഴുന്നേറ്റ് ഒരു 10-70 ശ്ലോകങ്ങളെ മനസ്സിൽ നിന്ന് തന്നെ, ഞാൻ ഒന്നും പ്രിപ്പയർ ആയിട്ടല്ല വന്നേ, മനസ്സിൽ നിന്ന് അറിയാം, ഉദ്ധരിച്ചു. എന്നിട്ട് അതിന് മറുപടി പറഞ്ഞിട്ട് താഴെ വന്നിരുന്നപ്പോൾ ആ വലിയ മനുഷ്യൻ അദ്ദേഹം എന്നെ ഓടി വന്ന് ഹഗ് ചെയ്യുക. എന്നിട്ട് പറഞ്ഞു, ഹരി, എനിക്ക് നിങ്ങൾ ഇന്ന് പ്രസംഗിച്ച സംഗതി ഇറ്റ് ഇസ് ആൻ ഐ ഓപ്പണർ ടു മീ. KG ജോർജ് ഫിലിം ഡയറക്ടർ, എനിക്ക് അതൊരു ആർട്ടിക്കിളായിട്ട് എഴുതി തരുമോ എന്ന് ചോദിച്ചു. അത് എഴുതി DTP എടുത്തു. കാഞ്ഞിരമ്പാറ അദ്ദേഹം താമസിക്കുന്ന വീട്ടിൽ കൊണ്ടു കൊടുത്തു. അദ്ദേഹത്തിന് എഴുതി കൊടുത്ത ആ ആർട്ടിക്കിളാണ് പിന്നീട് ഗുപ്തൻ നായർ സാറിനെയും പെരുമ്പടവൻ ശ്രീധരനെയും കാണിച്ച് അവര് വാലിഡേറ്റ് ചെയ്ത് തന്നത്. ഇതിനകത്ത് ബലേമതത്രയം ഭൂമേ കസ്മാൻ ഹരിരയാജത ഭൂതേശ്വര കൃപണലബ്ധാർത്ഥോ അവിബന്ധനം ഏതദ് വേദനിമിച്ഛാമോ മഹത് കൗതൂഹലം ഹിന യജ്ഞേശ്വരസ്യ പൂർണ്ണസ്യ ബന്ധനം ജാപ്യനാഗസ. ശ്രീവിഷ്ണുദേവൻ ഈശ്വരായിട്ടും ലുബ്ധൻ മട്ടിൽ മൂവടി സ്ഥലം എന്തിനിരന്നു ബലിയോടായി അത് സന്മനസ്സോടുമെ കേട്ടും എന്തിനായാതിരിച്ച സംഭാട്ടിനെ ബന്ധിച്ചു യജ്ഞേശ്വരൻ. ഒരു കുറ്റവും ചെയ്യാത്തവനെ ദണ്ഡിപ്പത് ശരിയല്ല, ഇക്കാര്യങ്ങൾ വിശദം വധിച്ചാലും. ഇത് മുഴങ്ങോട്ട് വളരെ ട്രാൻസ്ലേഷൻ. ഇപ്പൊ എഴുത്തച്ഛനും ഇതേ ചോദ്യം തന്നെയാണ് ചോദിക്കുന്നത്. ഇതിന് മറുപടിയായിട്ടാണ് പരാജിത ശ്രീശ്രഭിഷേന്ദ്രേണ രാജൻ ഭഗവത് സജീവിത, ഏതാണ്ട് 335 ശ്ലോകങ്ങളുണ്ട്. ഞാൻ എല്ലാം പറയാനിരിക്കുന്നില്ല. അവസാനം ബേസിക്കലി സംഭവിച്ചത് ഈ ഒരു ഘട്ടത്തിൽ എത്തിക്കഴിഞ്ഞപ്പോൾ ദേവ അസുര യുദ്ധ ചരിത്രം ഒരു നിമിഷം നമ്മൾ മനസ്സിലാക്കണം. ഇത് നമ്മളുടെ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു മൈൽ സ്റ്റോൺ ലേയിങ്. ആരാണ് ദേവൻ, ആരാണ് അസുരൻ, നല്ലതായിട്ട് മനസ്സിലാക്കണം. കശ്യപ പ്രജാപതി കേട്ടിട്ടുണ്ടല്ലോ. കശ്യപ പ്രജാപതിക്ക് 2 ഭാര്യമാര്, അദിതി ദിതി. അദിതി മൂത്തയാള്, ദിതി അനിയത്തി. ഈ കശ്യപ പ്രജാപതി ഒരച്ഛന് മൂത്ത സഹോദരിയിലുണ്ടായ മക്കളെയാണ് ദേവന്മാരെന്ന് വിളിക്കുന്നത്. ഇളയ സഹോദരിയിൽ അതിഥിയിലുണ്ടായ മക്കളെയാണ് അസുരന്മാരെന്ന് വിളിക്കുന്നത്. ഒറ്റ അച്ഛൻ സഹോദരിമാരായ 2 പേരിൽ മൂത്ത ഇളയ ആളുകളിൽ ഉണ്ടായ ആളുകളാണ് ദേവ അസുരന്മാർ. ഇതാദ്യം നമ്മൾ ഈ പുരാണം പഠിക്കുന്ന സമയത്ത് ബേസിക്കലി അരക്കിട്ട് ഉറപ്പിച്ചു പോയേണ്ട ഒരു സംഗതിയാണ്. ഇവിടെ പാണ്ഡവരും കൗരവരും തമ്മിൽ ഒറ്റ വംശത്തിലെ ആളുകളാണ്. പക്ഷെ സംസ്കാരം കൊണ്ടാണ് ദേവ അസുരഭാവങ്ങളിലേക്ക് മാറിയത്. അതേപോലെ വന്നു. അവസാനം അസുരവംശത്തിൽപ്പെട്ട ഈ ആളുകള് ഹിരണ്യാക്ഷൻ, ഹിരണ്യകശിപു, ശൂരപത്മാവ്, സിംഹവക്രൻ, താരകാസുരൻ, ഗോമുഖൻ എന്നിവരെ വളരെ കുപ്രസിദ്ധരായി. എന്നിട്ട് പ്രഹ്ലാദന്റെ പുത്രന്മാര് പ്രഹ്ലാദന്റെ മകനായി വിരോചനൻ ജനിച്ചു. വിരോചനന്റെ പുത്രനായാണ് മഹാബലി പിറന്നത്. മഹാബലിയുടെ പൂർവ്വജന്മത്തിലെ പേര് കിരവൻ എന്നായിരുന്നു. വിവരണം സ്കന്ധപുരാണം മഹേശ്വരഖണ്ഡം 16-ാം അധ്യായത്തിൽ കൊടുത്തിട്ടുണ്ട്. മഹാബലിയിൽ നിന്ന് ബാണനും ബാണനിൽ നിന്ന് നിവാത കവചന്മാർ എന്ന പേരിൽ 4 കോടിയിലേറെ അസുരന്മാരും ജനിക്കുകയുണ്ടായി.
യൗവനയുക്തനായ ബലി ഇന്ദ്രനോട് യുദ്ധത്തിൽ തോറ്റു, പ്രാണഹാനിയും സംഭവിച്ചു. പക്ഷെ ശുക്രാചാര്യൻ പുനർജീവിപ്പിച്ചു. എന്നിട്ട് യക്ഷനെ അങ്ങോട്ട് കയറ്റി. ഈ ശുക്രാചാര്യരുടെ ഹീനബുദ്ധിയുടെ ഉപദേശം കൊണ്ടാണ് ബലി അതിഭയങ്കരമായ ശത്രുതയിലേക്ക് നീങ്ങുന്നതും. ഒരുപാട് സംഭവങ്ങൾ അതിൻ്റെ ഇടയ്ക്കുണ്ട്, ഞാനൊന്നും പറയുന്നില്ല. എന്നിട്ട് അവസാനം ഈ ബലിയുടെ പവർ അതിഭയങ്കരമായിട്ട് അങ്ങോട്ട് വർദ്ധിച്ചു. എന്നിട്ട് ശതേന ഹയമേധാനാമനുവ്രതമയാജയൻ തതസ്തത് അനുഭാവേന ഭുവനത്രയ വിശ്വതാങ്കീർത്തം ദിക്ഷു വിതന്മാനാ സരേജ ഉടിരാടിവ എന്ന് പറഞ്ഞിട്ട് ആ ഭാഗമൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് ഗംഭീരമായിട്ട് പോകുന്നുണ്ട്. ഇത് വല്ലതും ഏതെങ്കിലും ബുദ്ധിജീവി എന്ന് പറഞ്ഞാൽ ഈ മണ്ടന്മാര് നമ്മളോട് പറയാറുണ്ടോ? സ്വാർത്ഥന്മാരെ പറയാറില്ല. അവസാനം എന്താ സംഭവിച്ചത്? അതിഭയങ്കരമായ ഒരവസ്ഥയില് അതിഗംഭീരമായിട്ട് യുദ്ധം നടന്നു. എന്നിട്ട് ബലി ഇന്ദ്രനെയും ബാക്കി ആൾക്കാരെയും ഒക്കെ അവിടെ നിന്ന് തല്ലി ഓടിച്ചു. അവസാനം ഇന്ദ്രൻ എവിടെ പോയി? എൻ്റെ മകൻ ജീവിക്കുന്നോ? അവരുടെ പരിശിഷ്ടങ്ങൾ എങ്ങനെ ജീവിക്കുന്നോ? അവസാനം സഹിക്കവയ്യാത്ത ദുഃഖത്തോടുകൂടെ അതിഥി മാതാവ് കശ്യപ പ്രജാപതിയുടെ കാൽക്കൽ ചെന്ന് ശരണം പ്രാപിക്കുന്നു. രക്ഷിക്കൂ, എൻ്റെ മകൻ മരിച്ചോ, വംശത്തെ നശിപ്പിച്ചോ അറിയത്തില്ല. അവസാനം അദ്ദേഹം സങ്കല്പിക്കുകയാണ്. മഹാസങ്കല്പം ചെയ്തപ്പോൾ കശ്യപ പ്രജാപതി ഞെട്ടിപ്പോയി. കാരണം ഓണം വരാൻ ഒരു മൂലം വേണമെന്ന് പറയുന്നത് ഈ അതിഥിയുടെ കാരണത്താൽ സാക്ഷാൽ ശ്രീഹരി വിഷ്ണു അടുത്ത അവതാരത്തിന് റീസണായിട്ട് എടുത്തിരിക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞു. പക്ഷേ ഉത്തമമായിരിക്കും ലക്ഷണം, അനുഭവം, അന്തിമ ഫലം നിശ്ചയിച്ചു, സങ്കല്പിച്ചു. എന്നിട്ട് പറഞ്ഞു, നീ പയോവ്രതം അനുഷ്ഠിച്ചോളൂ, ഭഗവാനെ പ്രത്യക്ഷപ്പെടുത്തൂ. പയോവ്രതം അനുഷ്ഠിച്ചു. പയോവ്രതത്തിന്റെ അന്ത്യത്തിൽ അമ്മയുടെ ഈ അതിഥിയുടെ മുന്നില് ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു. എന്താ സങ്കടം? ഇങ്ങനെയാണ് സങ്കടം. എൻ്റെ മകൻ ഉണ്ടോ ഇല്ലയോ, കൊന്നോ ഇല്ലയോ അറിയത്തില്ല, നീ വിഷമിക്കണ്ട. സ്വാംശേന പുത്രത്വോ വേത്യതേ സുരംഗോത്താസ്മി അരീജതപസ്യധിഷ്ഠിത. ഞാൻ അവിടുത്തേക്ക് പുത്രനായിട്ട് സ്വയം ജീവൻ സ്വീകരിച്ചിട്ട് അവിടുത്തെ സങ്കടങ്ങളെ യവനം ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഭഗവാൻ തന്നെ വാക്കുകൊടുക്കുക. അങ്ങനെ കൊടുത്ത വാക്കനുസരിച്ചിട്ടാണ് ഭാദ്രപദ മാസത്തിൽ ശുക്ലപക്ഷത്തിൽ 12-ാം തീയതിയിൽ ശ്രാവണ നക്ഷത്രത്തിൽ അഭിജിത്ത് എന്ന ശുഭമുഹൂർത്തത്തിൽ ചതുർബാഹുവായി ജന്മമെടുത്ത ഭഗവാൻ ശ്രീ മഹാവിഷ്ണു വാമനനായി അവസ്ഥാന്തരത്തെ പ്രാപിച്ച് ഉപേന്ദ്രൻ എന്ന പേരോടെ സർവ്വദേവതകളിൽ നിന്ന് ലഭ്യങ്ങളായ ദിവ്യ ഉപഹാരങ്ങളും പരിഗ്രഹിച്ചുകൊണ്ട് നർമ്മദാ നദിയുടെ വടക്കേ തീരത്ത് ഭൃഗു കച്ചകം എന്ന സ്ഥലത്ത് മഹാബലി യാഗം നടത്തിക്കൊണ്ടിരുന്നിടത്തേക്ക് മന്ദം കടന്നു ചെല്ലുന്നു. ഇതാണ് വാമനാവതാരം ഉണ്ടാവാനുണ്ടായ പശ്ചാത്തലം. ഇത് നമ്മുടെ ഈ ബുദ്ധിജീവികൾ ആരെങ്കിലും നിങ്ങളോട് ഇന്ന് വരെ പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടോ? ഇല്ല. ഇവിടെയാണ് കള്ളക്കച്ചവടം നടക്കുന്നത്. വളരെ ചുരുക്കി ഞാൻ ആ പരിപ്രേക്ഷ അങ്ങോട്ട് പറയാം. എന്നിട്ട് ഛത്രം, ദണ്ഡം, സജലമായ കമണ്ഡലം എന്നിവെല്ലാം ഏന്തിക്കൊണ്ട് മഹാതേജസ്വിയായ ഭഗവാൻ വടുരൂപിയായി യജ്ഞവാടത്തെ പ്രാപിച്ചപ്പോൾ സർവരും അസ്തപ്രജ്ഞരായി. കാരണം പ്രപഞ്ചത്തിന്റെ മൊത്തവും സൃഷ്ടിയും സ്ഥിതിയും രൂപാന്തരപ്രാപ്തിയും നിർവഹിക്കുവാൻ സാധിക്കുന്ന സാക്ഷാൽ ശ്രീഹരി അവിടെ അവതാരം ചെയ്തിരിക്കുകയാണ്. അവിടെ പിന്നെ എന്തിന് നിൽക്കാൻ സാധിക്കും? സൂര്യൻ ഉദിച്ചു വരുമ്പോൾ മിന്നാമിനിങ്ങിന് അവിടെ നിൽക്കാൻ സാധിക്കും. അങ്ങനെ അങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോൾ ആ ആഗമനോദ്ദേശം എന്തെന്ന് ആരാഞ്ഞ മഹാബലിയോട് ഭഗവാൻ വാമനരൂപി പറയുകയാണ്. തസ്മാത്വത്തോ മഹീമീഷത്വൃണേഹം വരദർഷഭ പദാനി ത്രീണി ദൈത്യേന്ദ്ര സംവിധാനി പദാമമ നാന്യത്തെ കാമയേ രാജൻ വദാന്യ ജഗദീശ്വര നയന പ്രാപ്നോതി വൈ വിദ്വാൻ യാവദർത്ഥ പ്രതിഗ്രഹ. എനിക്ക് കൂടുതലൊന്നും വേണ്ട, സ്വസ്ഥമായിട്ടിരുന്ന് തപസ് ചെയ്യാൻ 3 അടി സ്ഥലം. ശരി, ഇതങ്ങോട്ട് കേട്ട് കഴിഞ്ഞു. ഇവിടെയാണ് ഒരു 6 ശ്ലോകം കുളിഞ്ഞു കിടക്കുന്നത്. മാം വജോഭിസമാരാധ ലോകാനാമേകമീശ്വരം പദത്രയം വൃണീദേയോ അബുദ്ധിമാൻ ദ്വിപദാശുഷം ന പുമാൻ മാമുപവ്രജ്യ ഭൂയോ യാചിതുമർഹസി തസ്മാത് വൃത്തികരിം ഭൂമിൻ വട്ടോ കാമം പ്രതീക്ഷമേ. എന്താ പറയുന്നത് അറിയോ? സാക്ഷാൽ ശ്രീഹരി വിഷ്ണു ആള് തെറ്റി അടിക്കുന്നത് നമ്മൾ പറയത്തില്ലേ? അതുപോലെയാണ് അവിടെ പറഞ്ഞത്. സാക്ഷാൽ ശ്രീഹരി വിഷ്ണുവിന്റെ അടുത്ത് ഈ മരമണ്ടൻ മഹാബലി അവിടെ ഇരുന്നുകൊണ്ട് പറയാ, ലോകങ്ങൾക്കെല്ലാം ഏകനാഥനായി ദീപക്കണക്കേകുവാൻ പോരും എന്നെ സ്തുതിയാൽ തുഷ്ടനാക്കി 3 അടി സ്ഥലം മാത്രം ആവശ്യപ്പെടുന്നവൻ ഭൂവിതിൽ ഭൂഷന്മാരിലൊക്കെയും അഗ്രേസരൻ. ഭംഗ്യന്തിരം പറഞ്ഞു വെച്ചാൽ എന്താ? എടാ മഹാവിഷ്ണു, നീ മഹാമണ്ഡൻ എന്നല്ലേ പറഞ്ഞു വെച്ചേക്കുന്നേ? എന്നോടൊരിക്കൽ വന്ന് യാചിക്കുന്നവൻ പിന്നെ അന്യരോടൊരിക്കലും ഇരക്കാൻ അർഹനല്ല. അതിനാൽ അങ്ങേക്ക് ഉപജീവനത്തിന് വേണ്ടും ക്ഷിതി അങ്ങ് എന്നോടിന്ന് ദാനമായി വാങ്ങിക്കൊള്ളൂ. എങ്ങനെയുണ്ട് കൊല്ലന്റെ ആലയിലെ തൂശിക്കച്ചവടം? ഞാനത് അങ്ങനെ പറഞ്ഞു നിർത്തുക. അവസാനം ഇതിന്റെയൊക്കെ അഹന്ത അവിടെ വെച്ച് തീർക്കുന്നു. എന്നിട്ട് ഭഗവാൻ പറയുകയാണ്, നിനക്ക് ഭ്രമം പറ്റി, നിനക്ക് ഭാവിയിൽ സാവർണ്യമെന്ന തരത്തിലാണ് ഇന്ദ്രപട്ടം പറഞ്ഞു വെച്ചിരിക്കുന്നത്. നീ നിന്റെ ഗുരുവിന്റെ ദുഷ്പ്രേരണ കാരണം നീ നേരത്തെ ചാടി അത് പിടിച്ചു പറിച്ചെടുത്തപ്പോൾ ലോകത്തിന്റെ താളം തെറ്റുന്ന അനുഭവം ഉണ്ടാകുന്നു. അവിടെ കളിയിൽ ഈ പ്ലെയേഴ്സ് ഫൗള് കാണിച്ചാൽ റഫറി ഇടപെടണമല്ലോ. ആ റഫറിയുടെ സ്ഥാനം മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ.
എന്ന് മാത്രവുമല്ല ഭഗവാൻ ഉറപ്പായിരുന്നു, രക്ഷിഷ്യേ സർവതോഹം ത്വാം സാനുഗം സപരിച്ഛദം സദാ സന്നിഹിതം വീര തത്ര വാം ദ്രക്ഷതേ ഭവാൻ തത്ര ദാനവദൈത്യാനാം സംഘാത്തേ ഭാവ ആസുര ദൃഷ്ട്വാ മതനുഭാവം വൈ സദ്യ കുണ്ഠോ വിനക്ഷസി. നിനക്കിഷ്ടമുള്ള ലക്ഷാവധി പരിജനങ്ങളെ കൊണ്ടുവന്നോളൂ, അവരെയെല്ലാം ഞാൻ സുതലത്തിൽ വെച്ച് സംരക്ഷിക്കാം. എന്നിട്ട് ഭഗവാൻ വേറൊരു ഞെട്ടിപ്പിക്കുന്ന പ്രോമിസ് കൂടെ കൊടുത്തു, സുതലത്തിൽ നിന്റെ കൊട്ടാരത്തിന് കാവൽ നിൽക്കുന്ന പണി ഞാനായിരിക്കും ചെയ്യുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ മഹാബലിക്ക് ഇഷ്ടമുള്ള ലക്ഷാവധി പരിജനങ്ങളെ മഹാബലിയോടൊപ്പം കൊണ്ടുപോയിട്ട് സുതലത്തിൽ ഇരുത്തി സംരക്ഷിച്ചിട്ട് ആ കൊട്ടാരത്തിന് കാവൽ നിൽക്കുന്ന സാക്ഷാൽ ശ്രീഹരി വിഷ്ണുവിനെയാണ് ഈ പുലഭ്യം പറയുന്നതെന്ന് നമ്മിൽ എത്ര പേർക്കറിയാം? ചിന്തിച്ചു നോക്കുക. ആർ വി ഫൂൾസ്? വിഡ്ഢികളാണോ? അല്ല. പക്ഷെ പഠിക്കേണ്ട ആംഗിളിൽ പഠിക്കേണ്ട കാര്യങ്ങൾ പഠിക്കേണ്ട രീതിയിൽ മനസ്സിലാക്കുന്നില്ല. ഞാൻ ഗുരുജി ഉൾപ്പെടെ ഇവരെല്ലാം കൂടെ അവിടെ ആദ്യമായിട്ട് എൻ്റെ വീട്ടിൽ വന്ന സമയത്ത്, റെക്കോർഡിങ്ങിന് വന്ന സമയത്ത് ഞാൻ ഒരു 5 പുസ്തകങ്ങൾ പരിചയപ്പെടുത്തിയിരുന്നു. ഇത് അതിനുവേണ്ടി എഴുതിയൊരു പുസ്തകം. നമ്മളുടെ ജവഹർലാൽ നെഹ്റു പ്രൈം മിനിസ്റ്റർ ആയി കഴിഞ്ഞ് പല രാജ്യങ്ങളിലും പോയി. അപ്പം പുതിയ രാജ്യമില്ലേ, യു ഡോണ്ട് ഹാവ് എനി ഹെറിറ്റേജ് എന്ന് പറഞ്ഞു. അപ്പൊ മോന്തയ്ക്ക് തൊഴിൽ കൊണ്ടപ്പോൾ നെഹ്റു പറഞ്ഞു, അങ്ങനല്ല, വി ഹാവ് ഹെറിറ്റേജ്. അങ്ങനെ 1950 ഇന്ത്യൻ സയൻസ് അക്കാദമി ഉണ്ടാക്കി. ഈ തൊഴിൽ കിട്ടിയില്ലെങ്കിൽ നെഹ്റു ഇന്ത്യൻ സയൻസ് അക്കാദമി ഉണ്ടാക്കത്തുമില്ല. അത് കഴിഞ്ഞ ശേഷം ഭാരതത്തിന്റെ ശാസ്ത്ര പാരമ്പര്യം എഴുതി ഉണ്ടാക്കി 60 വോളിയൂംസ് ആയിട്ട് പബ്ലിഷ് ചെയ്തു, ഉള്ളി ഇൻ ഹിന്ദി ആൻഡ് ഇംഗ്ലീഷ്. അപ്പൊ ലോക്കൽ ഡിമാൻഡ്സ് വന്നു. അങ്ങനെ 22 മെയിൻ ഫ്രെയിം ലാംഗ്വേജസ് സെലക്ട് ചെയ്ത കൂട്ടത്തിൽ അതിൽ നോഡൽ ഏജൻസി ആയിട്ട് ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് സെലക്ട് ചെയ്തിട്ട് ശാസ്ത്രം ഇന്ത്യയിൽ എന്ന് പറഞ്ഞ് 3 വോളിയം ഗവൺമെന്റ് ഓഫ് കേരള പബ്ലിഷ് ചെയ്തു. ഇത് അതിന്റെ സമ്മറിയാണ്. അപ്പോൾ എന്താണ് ഭാരതത്തിന്റെ ശാസ്ത്ര പാരമ്പര്യം? അതിനകത്ത് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, സുവോളജി, ജിയോമെട്രി, ആസ്ട്രോളജി, ഇത് മൊത്തവും എങ്ങനെ ഉരുത്തിരിഞ്ഞു എന്നുള്ളതിന്റെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ കുറെ ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റീസിന്റെ IEP കോർഡിനേറ്റർ ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്, ഇന്ത്യ എക്സ്പീരിയൻസ് പ്രോഗ്രാം കോർഡിനേറ്റർ. അപ്പൊ അവർക്ക് വേണ്ടി തയ്യാറാക്കിയ ഒരു ക്വസ്റ്റൻ ആൻസർ ആയത്, വാട്ട് ഈസ് ദ റിയൽ ആൻഡ് സയന്റിഫിക് നെയിം ഓഫ് ഹിന്ദുയിസം, സനാതന ധർമ്മ, വിച്ച് ആർ ദ ബേസിക് ബുക്സ് ഓഫ് സനാതന ധർമ്മ, വേദാസ്. ഇമാതിരി ഒരു 101 ക്വസ്റ്റൻ ആൻഡ് ആൻസേഴ്സ്. നമ്മുടെ രാജ്യത്തിന്റെ ആപ്തവാക്യമാണ് സത്യമേവ ജയതേ. എവിടെ നിന്ന് എടുത്തതാണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഭരിക്കുന്നവർക്ക് തന്നെ എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയില്ല. മുണ്ടകോപനിഷത്തിലെ 3-ാം മുണ്ടകത്തിലെ 6-ാം ശ്ലോകത്തിന്റെ ആദ്യത്തെ വരിക, സത്യമേവ ജയതേ ദാനൃതം സത്യേന പന്ഥാ വിതതോ ദേവയാരഹ ഏനാക്രമന്തി ഋഷയോ ഹ്യാപ്തകാമാഹ എത്ര തത് സത്യസ്യ പരമം നിധാനം. ഇതിൽ കുറച്ച് മഹാത്മജനങ്ങളും കൂടെ ചേർത്ത് വെച്ചിട്ടുണ്ട്. അയ്യപ്പ തത്വം, നമ്മളൊക്കെ ശബരിമല പോകും, ഇപ്പൊ പോയ സ്വാമിയെ കാണാം, സ്വാമിയെ കണ്ടാൽ മോക്ഷം കിട്ടും, 5 മിനിറ്റ് താമസിച്ചാൽ പിന്നെ സ്വാമി അവിടെ നിന്ന് ഇറങ്ങിപ്പോക്കളെ. ഇതിനപ്പുറം പോയിട്ട് എന്തറിയാം? എന്താണ് അയ്യപ്പ തത്വത്തിന്റെ ബേസ്? ഭൂതനാഥ ഉപാഖ്യാനം എന്ന് പറഞ്ഞ 14,000 സംസ്കൃത ശ്ലോകങ്ങളുള്ള ബേസിക് ബുക്കുണ്ട്. ഇത് കണ്ണുകൊണ്ട് കാണുകയോ കൈകൊണ്ട് തൊടുകയോ ചെയ്യാത്ത അണ്ണന്മാരാണ് ടെലിവിഷനിൽ വന്നിരുന്ന് വർത്തമാനം അടിക്കുന്നത്. എന്ത് സങ്കടമെന്ന് ആലോചിച്ചു. ഞാൻ ഈ സങ്കടം അദ്ദേഹമായിട്ട് ഷെയർ ചെയ്തു, നന്നായിട്ട് അത് അക്സെപ്റ്റ് ചെയ്തു, അന്ന് പറഞ്ഞു ശരിയാ ഇതാണ് അവസ്ഥ, പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? അപ്പൊ അതിന്റെ ബേസിക് സയൻസ് ആണ് ഇതിനകത്ത് ഞാൻ എഴുതി വെച്ചിരിക്കുന്നത്. ഇതിൽ 41 ദിവസം വ്രതാചരണം, അതിന്റെ 2 തലങ്ങളും കൊണ്ട് 1 മിനിറ്റ് അതും കൂടെ സൂചിപ്പിച്ചിട്ട് ഞാൻ നിർത്താം. എന്താ അത്? 41 ദിവസം നമ്മൾ 2 തരം കലണ്ടർ ഫോളോ ചെയ്യുന്ന ആളുകളാണ്. എക്സ്റ്റേണൽ റീസൺ അതാ എന്ന് വെച്ചിരുന്നാൽ നമ്മൾ സോളാർ കലണ്ടറും ലൂണാർ കലണ്ടറും ഫോളോ ചെയ്യുന്നുണ്ട്. സോളാർ കലണ്ടർ 365 ടോട്ടൽ നമ്പർ ഓഫ് ഡേയ്സ്. ലൂണാർ കലണ്ടർ പോകുമ്പോൾ 27 കൃത്തികകൾ, അശ്വതി ഭരണി കാർത്തിക ഇൻറ്റു 12, അപ്പോൾ 324. ഈ 365 മൈനസ് 324 ഈ 41. ഈ 41 ദിവസം ആ വരുന്ന ഡെഫിഷ്യൻസി റെക്ടിഫൈ ചെയ്യാൻ ഉപവാസം, തപസ്, ബ്രഹ്മചര്യം, അന്നദാനം, തീർത്ഥാടനം, ഈ 5 കർമ്മങ്ങൾ കൊണ്ട് ശരീരത്തെയും മനസ്സിനെയും എംപവർ ചെയ്യുക. മീ അവിടെ അതാണ് ചെയ്യുന്നത്. ഇത് ഞാൻ തിരുവനന്തപുരം ആയുർവേദ കോളേജ് പ്രിൻസിപ്പലായിരുന്ന, പിന്നീട് ഹെൽത്ത് സർവീസ് ഡയറക്ടർ ആയിട്ടിരുന്ന ശങ്കരൻകുട്ടി സാറുമായിട്ട് യാദൃശ്യമായിട്ട് സംസാരിച്ചപ്പോൾ പറഞ്ഞു, ഹരി ഇതിന്റെ ഒരു മെറ്റാബോളിക് സൈഡും കൂടെ ഉണ്ട്, അതും കൂടെ മനസ്സിലാക്കോളൂ എന്ന് പറഞ്ഞു. എനിക്ക് വലിയ സന്തോഷം തോന്നി. എന്താ സാർ? ഒറ്റ ശ്ലോകം, രസാദ് രക്തസ്തോ മാംസ മാംസാൻ മേധ പ്രജായത്തെ മേധസോസ്തി തഥാ മജ്ജ മജ്ജ ശുക്ലസ്യ സംഭവ. നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം ഇപ്പൊ കുടിച്ചാൽ ഇത് ആദ്യം കൺവേർട്ടഡ് ആകുന്നത് രസം എന്ന ലെവലിലേക്കാണ്. 7 ദിവസം ഈ ശരീരത്തെ മൊത്തം ചംക്രമണം ചെയ്യുന്നത് രസം എന്ന ഭാവത്തിലാണ്. ഇത് അടുത്ത 7 ദിവസം രസാദ് രക്തം, ആ രക്തത്തിൽ നിന്ന് തതോ മാംസ, അതിൽ നിന്ന് മാംസത്തിൽ നിന്ന് മേധസ്, മേധസ്സിൽ നിന്ന് അസ്ഥി, അസ്ഥിയിൽ നിന്ന് മജ്ജ, മജ്ജയിൽ നിന്ന് ശുക്ലം, ശുക്ലോ അമലഹ, അതിന് നെഗറ്റീവ് ഇല്ല. എന്നിട്ട് അത് ചൈതന്യമായിട്ട് രൂപാന്തരപ്പെട്ടു വരുന്നത് 41 ദിവസം കൊണ്ടാണ്. അപ്പോൾ ഈ മെറ്റാബോളിക്, കെറ്റാബോളിക് ആൻഡ് അനാബോളിക് ലെവൽസ് ഓഫ് ആക്ടിവിറ്റി, ബോഡി കെമിസ്ട്രിക്ക് അകത്ത് നടക്കുന്ന ചേഞ്ചും ഈ 41 ഡേയ്സ് കൊണ്ടാണ് നടക്കുന്നത്. ചിന്തിച്ചു നോക്കൂ, പുരുഷൻ ബ്രഹ്മചര്യം എടുക്കുമ്പോൾ സ്ത്രീ ബ്രഹ്മചാരിണിയാകുന്നു, വീട് ശുദ്ധമാകുന്നു. ഇങ്ങനെ ഏതെങ്കിലും ഒരു ദേവതയുടെ പേരിൽ നമ്മൾ ആചരിക്കുന്നുണ്ടോ? വേറെ. അയ്യപ്പ തത്വത്തിന്റെ പ്രത്യേകത അതാ.
അപ്പോൾ ശ്രീമുരുകൻ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ഡെയിറ്റിയാണ്. അത് പൂർണ്ണമായും ശൈവാംശ സംഭവന. ആഞ്ജനേയൻ ശൈവാംശ സംഭവന. ശിവന്റെയും വിഷ്ണുവിന്റെയും സംയോഗത്തിൽ നിന്നുണ്ടായ അതിദിവ്യമായൊരു ഭാവം അത് അയ്യപ്പൻ. അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണമെങ്കിൽ അയ്യപ്പ ഭാഗവതമുണ്ട്, പുസ്തകമുണ്ട്. ഞങ്ങൾ സപ്താഹം നടത്താറുണ്ട്. ഇപ്പൊ തൈക്കാട് ശാസ്താംകോവിലും അത് നടത്തി. അതുപോലെ നമ്മളുടെ ദേവീക്ഷേത്രങ്ങളിൽ അവിടെ പോയി കഴിഞ്ഞിരുന്നാൽ സർവമംഗള മംഗല്യ ശിവേ സർവാർത്ഥ സാധിക ശരണ്യെ ത്രംബക ഗൗരി നാരായണി നമസ്തേ എന്ന് വെച്ചിരുന്നാൽ 1001 രൂപ ഞാൻ വഴിപാട് പറഞ്ഞ് 101 രൂപ അഡ്വാൻസ് കൊണ്ടിട്ടിട്ടുണ്ട്. ഇതുവരെ കാര്യം നടന്നിട്ടില്ല. അപ്പൊ 900 രൂപ ഇനി കിട്ടണമെങ്കിൽ ഞാൻ പറഞ്ഞ കാര്യം നടത്തണം, ഇല്ലെങ്കിൽ ഗോപി അടിക്കും എന്ന് പറഞ്ഞിട്ട് ഈ ദേവതകളുടെ മുന്നിൽ, ദേവിമാരുടെ മുന്നിൽ പോയി നിന്ന് ഭക്തന്മാർ വിരട്ടുക. ചില ഭക്തന്മാർ കയറി വരുമ്പോൾ ഭഗവാന്മാരിരുന്ന് വിറയ്ക്കുകയാണ്. കാരണം ഇവൻ 6 മാസമായിട്ട് കയറി ഇറങ്ങി നടക്കുക. അവന്റെ കഷ്ടകാലം കാരണം അവന്റെ കാര്യം നടന്നില്ല. ഇനി എനിക്ക് ഇറങ്ങി പോകാനും ഒക്കത്തില്ല. കാരണം പോറ്റിമാർ എന്നെ അഷ്ടബന്ധമായിട്ട് ഉറപ്പിച്ച് വെച്ചിരിക്കുക. എന്തൊരു അവസ്ഥയാണ് ഭഗവാന്മാരുടെ അവസ്ഥ, അല്ലേ? അപ്പോൾ ഇവിടെ സർവമംഗളമംഗല്യ ശിവേ സർവാർത്ഥ സാധികെ ശരണ്യെ ത്രംബകേ ഗൗരി നാരായണി നമസ്തേ, ഇത് എവിടെ നിന്ന് എടുത്താണെന്ന് ചോദിച്ചാൽ അറിയുന്ന എത്ര പേരുണ്ട്? ഇവിടെ ഇരിക്കുന്ന ആരോടും ഞാൻ കൈവക്കാൻ പറയത്തില്ല. നമ്മള് ഇതൊക്കെ അറിയണം. അപ്പൊ അതിനു വേണ്ടിയിട്ട് 3-3-3-9 യജ്ഞം സിറ്റിയിൽ നടത്താൻ എനിക്ക് മാത്രമേ ഭാഗ്യം കിട്ടിയിട്ടുള്ളൂ. അതിനുവേണ്ടി അന്ന് ആളുകളുടെ അജ്ഞത കണ്ടിട്ട് എഴുതിയ പുസ്തകമാണ് ഇത്. ദേവി മഹാത്മ്യത്തിലുമുണ്ട്, ദേവി ഭാഗവതത്തിലുമുണ്ട് വളരെ വിശിഷ്ടമായ ഈ ഭാഗം. എന്നിട്ട് ദേവി പ്രസന്നാർത്ഥി ഹരേ പ്രസീത എന്ന് പറഞ്ഞു തുടങ്ങുന്ന ഭാഗം. ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചാൽ, ഒരു 21 മന്ത്രങ്ങൾ നിത്യമായിട്ട് ചൊല്ലാൻ സാധിച്ചാൽ, മനസ്സ് നിറച്ച് ചൊല്ലിയിട്ട് സംതൃപ്തിയോടെ ആരാധന നടത്തുവാൻ സാധിക്കും. ഞാൻ പറഞ്ഞു വന്ന വിഷയത്തിലേക്ക് ഒന്ന് മടങ്ങി വരാം. ഇങ്ങനെയുള്ള ചില ചിതറിയ ശിഥിലങ്ങളായ ചിന്തകൾ ഞാൻ അവതരിപ്പിക്കാനുണ്ടായ പ്രധാന കാരണം, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മെ ഇന്ന് അജ്ഞാനത്തിന്റെ ഭൂതം വല്ലാതെ ആവേശിച്ചിരിക്കുകയാണ്. പക്ഷേ നമ്മളെ അജ്ഞാനം ബാധിച്ചിരിക്കുന്നു എന്ന് ഉള്ളത് നമ്മൾ തിരിച്ചറിയാത്തത് നമ്മളുടെ പ്രാണനെ മറ്റേ ഈ 7 ലെയേഴ്സ് ഓഫ് ഈഗോ വല്ലാതെ കയറി വലയം ചെയ്തിട്ട് അല്ല പൊത്തിനകത്ത് വെച്ചിരിക്കുന്ന പോലെ ഇരിക്കുക. ഇത് പൊട്ടിച്ച് പുറത്തു വരാൻ ജ്ഞാനേന സദൃശം പവിത്രമിഹ വിദ്യതേ തത്സ്വയം യോഗ സംസിദ്ധ കാലേന ആത്മനിരിന്ദതി ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം തത്പര സംയതേന്ദ്രിയ ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം തത്പര സംയതേന്ദ്രിയ. അതിനപാരമായ ഗുരുകാരുണ്യം ഉണ്ടായെങ്കിൽ മാത്രമേ സാധിക്കത്തുള്ളൂ. ഋശബ്ദസ്തം നിരോധക അന്ധകാര നിരോധത്വ ഗുരുരിത്യഭിധീയതേ. ഇത് അംബാപ്രസാദം മാസികയാണ്, ആറ്റുകാൽ അംബാപ്രസാദം മാസികയാണ്. അതിനകത്ത് എല്ലാ ലക്കത്തിലും ഉപനിഷത്ത് പങ്ക്തി ഞാൻ എഴുതുന്നത് എല്ലാ മാസവും. അത് അവിടുന്ന് പബ്ലിഷ് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് യോഗ ചതുർവിധ പ്രോക്തോ ഒരു മാസത്തേതാണ് 4 തരം യോഗങ്ങൾ. അതെങ്ങനെയാണ് യോഗയുടെ പ്രത്യേകത, ഇത് അവിടെ വിശദീകരിക്കുന്നു. ഇതുപോലെയുള്ള ഒരു കുറെ ടൈറ്റിൽസ് എടുത്തിട്ടുണ്ട്. ഇവ നമുക്ക് എന്തൊക്കെയാണ് ജീവിതത്തിലെ പ്രധാനപ്പെട്ട സംഗതികൾ എന്നുള്ളത് മനസ്സിലാക്കുവാനുള്ള അവസരം കിട്ടുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് ഒറ്റ സംഗതി മാത്രമേ പറയുവാനുള്ളൂ, അത് പറഞ്ഞ് അവസാനിപ്പിക്കാം. ഒരു 5 പോയിന്റ് പ്രോഗ്രാം. ആ 5 പോയിന്റ് പ്രോഗ്രാം ഞാൻ ഒരുപാട് രാജ്യങ്ങളിൽ സഞ്ചരിക്കുമ്പോൾ അവിടെയൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. ഈവൻ ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റീസിൽ പോലും നല്ല അക്സെപ്റ്റൻസ് കിട്ടിയിട്ടുള്ള ഒരു ലളിതമായ ടെക്നിക്കാണ്. വളരെ വളരെ ലളിതമാണ്. വാട്ട് എവർ യു ലേൺ ഫ്രം ഹിയർ, ഗുരുജിയിൽ നിന്ന് എന്ത് കിട്ടിയിരുന്നാലും അതിനെ സപ്ലിമെന്ററി ആയിട്ട് ഉപയോഗിക്കാൻ സാധിക്കുന്ന ഒരു സംഗതിയാണ്. ഐ എം നോട്ട് ടെല്ലിങ് എനിത്തിങ് ന്യൂ. യോ സാ ബ്രാ സാ ഹാപ്പ്, യോ സാ ബ്രാ സാ ഹാപ്പ്. ഈ 5 പോയിന്റ്സ് മാത്രം ബേസിക്കലി മനസ്സിൽ ഉൾക്കൊള്ളുക. യോ പറയൂ, ഉറക്കെ പറയൂ. യോ യോ സാ ബ്രാ സാ ഹാപ്പ്, യോ സാ ബ്രാ സാ ഹാപ്പ്, യോ സാ ബ്രാ സാ ഹാപ്പ്, യോ സാ ബ്രാ സാ ഹാപ്പ്. എന്തോ ഇത് എന്തോ പറഞ്ഞ അല്ലേ? അത് അങ്ങനെ ചോദിക്കാനാ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കിയത്. ഇനി എന്താ ഇതെന്ന് പറയാം. ഒരു വ്യക്തിക്ക് അയാളുടെ ജീവിതത്തെ ഫിസിക്കലി, മെന്റലി ആൻഡ് സ്പിരിച്വലി എംപവർ ചെയ്യാൻ ഈ 5 പോയിന്റ്സ് മാത്രം ചിന്തിച്ചാൽ മതി. മിനിമം യോഗ അത് കൃത്യമായിട്ട് നമുക്ക് ആദ്യം ചെയ്യാൻ സാധിച്ചാൽ അത് അത് ചെയ്താൽ പ്രാണിക് എനർജി ശരീരത്തിൽ വർദ്ധിക്കും. ഏറ്റവും ഉന്നതമായ സെല്ല്, ലൈഫ് സെൽ മുതൽ പെരുവിരലിന്റെ അറ്റത്തെ ലൈഫ് സെല്ല് വരെ എത്രമാത്രം ഓക്സിജൻ പെർസെന്റേജ് വർദ്ധിക്കുന്നോ അതിനനുസരിച്ച് നമുക്ക് കർമ്മശേഷി വർദ്ധിക്കും. തമസിന്റെയും രജസിന്റെയും പിടിയിൽ നിന്ന് വിട്ടിട്ട് നമുക്ക് നല്ല ഡൈനാമിക് ആയിട്ട് നിൽക്കാൻ സാധിക്കും. ഫസ്റ്റ് ശരീരമാദ്യം ഖലു ധർമ്മസാധനം. അതിനെ എംപവർ ചെയ്യാൻ യോഗിക് പവർ പോലെ വേറെ യാതൊന്നുമില്ല. അത് നല്ലതായിട്ട് മനസ്സിലാക്കുക. സാത്വിക് ഫുഡ് പ്രധാനമാണ്. ഈ ലോകത്ത് സർവ്വ ജന്തുക്കൾക്കും പ്രകൃതി ഇന്ന ഭക്ഷണം നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇത് തെറ്റിച്ച് ഭക്ഷണം കഴിച്ച് അപകടത്തിൽപ്പെടുന്ന ഏക ജന്തു നമ്മൾ മാത്രമല്ലേ ഉള്ളൂ. ഒരു എക്സാമ്പിൾ, എന്റെ ഗുരുനാഥൻ എന്നോട് പറഞ്ഞൊരു എക്സാമ്പിൾ.
ഒരു ആനയെ 10 ദിവസം പട്ടിണിക്കിടുക, ഒരു സിംഹത്തെ 10 ദിവസം പട്ടിണിക്കിടുക. എന്നിട്ട് 11ാം ദിവസം രാവിലെ ആനയുടെ മുന്നിലേക്ക് ഒരു വലിയ പാത്രം നിറയെ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കി വെച്ചു കൊടുക്കുക. ഒന്ന് മണപ്പിക്കും. എന്നിട്ട് അവൻ ദൂരെ മാറി നിൽക്കും. ഇല്ലേ? തൊടുവോ? ഇല്ല. സിംഹത്തിന്റെ മുന്നിൽ 20 മോഡൽ ഓല വെട്ടിയിട്ട് കൊടുക്കുക. അവൻ തിന്നോ? ഇല്ല. ഇതൊന്ന് മാറ്റിയിട്ട് നോക്കിയേ, ആർത്തിയുള്ളതില്ല അല്ലേ? കാരണം ഇതെന്റെ ഭക്ഷണമാണ്, പ്രകൃതി പറഞ്ഞിട്ടുള്ള ഇതനുസരിച്ച് എന്റെ ഭക്ഷണമാണെന്നുള്ള വിവേകം അതുണരും, തിന്നും. അതേസമയം ഓലമുടൽ കിട്ടിയാലും ചിക്കൻ ഫ്രൈ കിട്ടിയാൽ വെട്ടി വിഴുങ്ങുന്ന ഒരു ജന്തു ഭൂമിയിൽ ആരാ ഉള്ളത്? സംശയമുള്ളവർ വീട്ടിൽ പോയിട്ട് വലിയൊരു നിലക്കണ്ണാടിയുടെ മുന്നിൽ പോയി നോക്കിയാണ് അല്ലേ? നമ്മളുടെ അവസ്ഥ ഇതാ. ചട്ടമ്പി സ്വാമി തിരുവടികൾ ജീവകാരുണ്യ നിരൂപണം എന്ന് പറയുന്ന പുസ്തകത്തിൽ സയന്റിഫിക് ആയിട്ട് അത് പ്രൂവ് ചെയ്തിട്ടുണ്ട്. കാരണം മനുഷ്യന് തന്നിട്ടുള്ളത് സാത്വിക് ഫുഡ് കഴിച്ച് ജീവിക്കാനുള്ളത്. അപ്പോ യോ സ ബ്ര വളരെ ശ്രദ്ധിക്കണം. ബ്രെയിൻ റെസ്റ്റ് 3ാമത്തെ പോയിന്റാണ് ബ്രെയിൻ റെസ്റ്റ്. ഞാൻ ഒരുപാട് സ്ഥലങ്ങളിൽ, വിശേഷിച്ച് US സിയാറ്റിലൊക്കെ പോയി കഴിഞ്ഞിരുന്നാൽ ഹൈ പവർ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നമ്മുടെ പിള്ളേർ അവിടെ ഇരിപ്പുണ്ട്. 32 വയസ്സ് 35 വയസ്സാകുമ്പോഴത്തേക്ക് തല നരച്ച് പല്ലും പൊഴിഞ്ഞ് അവിടെ ഇരിക്കുക. കാരണം എക്സെപ്റ്റ് ചെയ്യാണ്, കമ്പനിക്കാർ പിഴിഞ്ഞെടുക്കുക. എന്നിട്ട് അവന്റെ ബ്രെയിനിന്റെ എല്ലാ വാങ്ങി ഊറ്റിയെടുക്കുക. 40 വയസ്സാകുമ്പോൾ കൊണ്ടിയെടുത്ത് വിളിക്കണം. ഈ ബ്രെയിൻ റെസ്റ്റ് കിട്ടുന്നില്ല. ആ ബ്രെയിൻ റെസ്റ്റ് ഇന്ന് അവർക്ക് ആകെപ്പാടെ കിട്ടുന്നത് ഭാരതീയ സന്യാസ പാരമ്പര്യത്തിലെ ഈ മെഡിറ്റേഷൻ പ്രോഗ്രാമിൽ നിന്ന് മാത്രമാണ് കിട്ടുന്നത്. അതാണ് ഇന്ന് ഇതുപോലെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ പ്രസക്തി. അപ്പോൾ ബ്രെയിൻ റെസ്റ്റ് വളരെ പ്രധാനമാണ്. യോ സാ ബ്ര സാ സത്സംഗം, നല്ല ആളുകളുമായിട്ട് സഹവസിക്കുക, കുഴപ്പക്കാരായിട്ടുള്ള ആളുകളുമായിട്ടുള്ള സഹവാസം ഒഴിവാക്കുക. സത്സംഗത്വേ നിസ്സംഗത്വം, നിസ്സംഗത്വേ നിർമോഹത്വം, നിർമോഹത്വേ നിശ്ചലതത്വേ ജീവൻ മുക്തി. ഇതിന്റെ നല്ല അർത്ഥം നിങ്ങൾക്ക് അറിയാം. ഇനി ഇതിന്റെ യഥാർത്ഥത്തിൽ ഇപ്പൊ നടക്കുന്ന അർത്ഥം ഞാൻ നിങ്ങളെ പറഞ്ഞും കേൾപ്പിക്കാം. സത്സംഗത്വേ നിസ്സംഗത്വം, സത്സംഗത്തോട് ഒരു തരം നിസ്സംഗത്വം. എന്നിട്ട് നിസ്സംഗത്വം കൊണ്ട് ആ പാടെ നിർമോഹത്വം മനസ്സിൽ വന്നിട്ട് അങ്ങനെ നിശ്ചലതത്വം ഡെഡായി പോകുന്നു. അങ്ങനെ ഇതങ്ങ് വെടിതീരുക, ജീവൻ മുക്തി ഇല്ലേ? അപ്പൊ ഇതൊന്ന് മാറണം എന്നുണ്ടെങ്കിൽ ഇതിന്റെ റൈറ്റ് പെർസ്പെക്റ്റീവിൽ തന്നെ നമുക്ക് ആക്ട് ചെയ്യാൻ സാധിക്കണം. അപ്പോൾ യോ സ ബ്ര സ ഹാപ്പ്, നെറ്റ് റിസൾട്ട് ആണ് ഹാപ്പിനെസ്. ഈ ഹാപ്പിനെസ് കടയിൽ പോയാൽ വാങ്ങിക്കാൻ പറ്റുമോ? സമ്പത്ത് ഉണ്ടെങ്കിൽ വാങ്ങിക്കാൻ പറ്റുമോ? ഈസ് ദ റിച്ചസ്റ്റ് മാൻ ദ ഹാപ്പിയസ്റ്റ് മാൻ ഇൻ ദ വേൾഡ്? ഈസ് ദ ഹെൽത്തിയസ്റ്റ് മാൻ ദ ഹാപ്പിയസ്റ്റ് മാൻ ഇൻ ദ വേൾഡ്? ഈസ് ദ മോസ്റ്റ് പൊളിറ്റിക്കലി പവർഫുൾ മാൻ ഇൻ ദ വേൾഡ് the happiest man in the world? No. You can say only big no's. But he who finds ആധ്യാത്മികമായ സുഖത്തിൽ കൂടെ അഹം ഇതിനപ്പുറം ഒന്നുമില്ല, സോഹം ഇത് ബോധ്യം വരുന്ന ഒരു വ്യക്തിക്ക് അവൻ അനുഭവിക്കുന്ന ആത്മാനന്ദത്തിന് സമാനമായ ആനന്ദാനുഭവം ഈ പ്രപഞ്ചത്തിൽ വേറെ ഒന്നിക്കൂടെ കിട്ടത്തില്ല. ഈ ആനന്ദാനുഭവത്തെ ബിൽഡപ്പ് ചെയ്തെടുക്കാൻ ഒറ്റ മാർഗം മാത്രമേ ഉള്ളൂ. ബാഹ്യദൃഷ്ടി മൊത്തവും കട്ട് ചെയ്തിട്ട് ആന്തരിക തലങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധയെയും അന്വേഷണത്തെയും തിരിക്കുക. അതിന് ഇതുപോലെയുള്ള സ്ഥാപനങ്ങളല്ലാതെ വേറെ ഒരു സ്ഥാപനവും നമുക്കില്ല. അതാണ് ഇത്തരം ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ പ്രാധാന്യം. ഗവൺമെന്റ് ചെയ്യുമോ ഇതുപോലത്തെ ഒരു സ്ഥാപനത്തിന് രക്ഷപ്പെടുത്താൻ? എന്തെങ്കിലും ചെയ്യുമോ? ഉള്ളതും കൂടെ തല്ലിക്കെടുത്താനല്ലേ ശ്രമിക്കത്തു? ചിന്തിച്ചു നോക്കൂ. വിതൗട്ട് എനി മോട്ടീവ് we can do all these things. We alone can do. Institutions like this alone can do this wonderful work. ഇതിനകത്തൊരു മാൻ മേക്കിംഗ് പ്രോസസ്സാണ്. ഈ മാൻ മേക്കിംഗ് പ്രോസസ്സിൽ ഫിസിക്കൽ പ്ലെയിൻ പൂർണ്ണമായി നിങ്ങൾക്ക് വിട്ടുവന്നിരിക്കുക. നിങ്ങളുടെ ഉദ്യോഗം, നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഏക്കർസിന്റെ പുരയിടം ഉണ്ടെങ്കിൽ അത്, ബന്ധങ്ങള്, സമ്പത്ത് ഒന്നിലും ഗുരു ചെയ്യപ്പെടുന്നില്ലല്ലോ. ഉണ്ടോ? ഇല്ല. യു ആർ അബ്സല്യൂട്ട്ലി ഫ്രീ. ബട്ട് ഹി വാണ്ട്സ് യുവർ മൈൻഡ് അലോൺ. ഹി വാണ്ട്സ് യുവർ റിയൽ സെൽഫ്. യു ഡെപ്പോസിറ്റ് യുവർ റിയൽ സെൽഫ് ഇൻ ടു ഹിസ് ബാങ്ക്. He will repay it with very huge interest. Not simple interest, but compounded interest. അപ്പോൾ ഈ രീതിയിൽ കൂടെ ചെയ്യാൻ സാധിക്കുന്ന ആളുകളുടെ എണ്ണം നമ്മുടെ സമൂഹത്തിൽ എത്ര പേരുണ്ട്? ഒന്ന് ചിന്തിച്ചു നോക്കുക. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം 65 വയസ്സായി. നമ്മളൊക്കെ ഈ സ്റ്റിക്കർ ഒട്ടിച്ച് വെച്ചിരിക്കുന്ന പാർട്ടിയാണ്. ഇനി എപ്പോഴും വെടി തീരണമെന്ന് കൃത്യമായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ് എന്ന് കരുതി യാതൊരു നെഗറ്റിവിസവും മനസ്സിലില്ല. വളരെ എനിക്ക് ഒരു പടം നിങ്ങളെ കാണിക്കാതെ പോകാൻ പറ്റത്തില്ല. അത് നിങ്ങളെ കാണിച്ചിട്ട് നിർത്താം. അത് വേറൊന്നുമല്ല, ഒരു എനിക്ക് വല്ലാത്ത ബഹുമാനം തോന്നിയ ഒരു മനുഷ്യന്റെ ഒരു ചിത്രമാണ്. അത് 105 വയസ്സില് അദ്ദേഹം യോഗ ചെയ്യുന്നു. എന്നിട്ട് നാട്ടുകാരെ മൊത്തവും യോഗ പഠിപ്പിക്കുന്നു, യോഗ ചെയ്ത് കാണിക്കുന്നു. ഒരു അത്ഭുത വ്യക്തിയാണ്. നമുക്ക്
ഇതുപോലെയുള്ള ആളുകളുണ്ട് ഈ ലോകത്ത്. പക്ഷേ അവരെ ഒന്നും നമുക്ക് തിരിച്ചറിയുവാനോ സമൂഹത്തില് അത് ഒന്ന് അവതരിപ്പിക്കുവാനോ സാധിക്കുന്നില്ല. അതാണ് ഏറ്റവും വലിയൊരു സങ്കടം എന്ന് പറയുന്നത്. ഇത് 105 വയസ്സുള്ള ആളാണത്. 105 വയസ്സുള്ള ആളാണ്. ഉപേന്ദ്രൻ എന്നാണ് പേര്. നല്ല ആരോഗ്യത്തോടെ ഓടി നടക്കുക. ഞാൻ ഇത് ഈ ജന്മഭൂമി ദിനപത്രത്തില് വന്നതാണ്. അത് ജന്മഭൂമി ജൂൺ 21. 105-ാം വയസ്സിലും യോഗയുടെ കരുത്തിൽ യുവാവായി ഉപേന്ദ്രൻ. ടൈറ്റില് 68 വർഷമായിട്ട് യോഗ ചെയ്യുന്നു. നിരവധി ശിഷ്യരുള്ള ഉപേന്ദ്രന് പ്രത്യേകതകൾ നിരവധി. മനോജ് വിൽസൺ ചെറായി, അയാളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ചെറായി, എറണാകുളം. യോഗ പഠിച്ചാൽ മനസ്സും ശരീരവും ഒരുമിച്ച് പ്രവർത്തിക്കുമെന്ന് തിരിച്ചറിവിൽ 105-ാം വയസ്സിലും യോഗ ഗുരുവായി വിളങ്ങി ഉപേന്ദ്രൻ ആശാൻ. ചെറായി മാടവന ഉപേന്ദ്രൻ 1957 മുതൽ തുടങ്ങിയ യോഗ ഇന്നും മുടങ്ങാതെ തുടരുന്നു. വെജിറ്റേറിയനായ ഉപേന്ദ്രൻ ചെരുപ്പിടാറില്ല. 12-ാം വയസ്സിൽ തുടങ്ങിയ മരപ്പണി ഇന്നും തൊഴിലാണ്. ചെറുപ്പക്കാരെ പോലും കടത്തിവിട്ടുന്ന ശാരീരിക മെയ്വഴക്കമുള്ള ഇദ്ദേഹത്തെ കുടുംബക്കാരും നാട്ടുകാരും ഏറെ ആരാധനയോടെയാണ് കാണുന്നത്. യോഗയെ പറ്റി പറയുമ്പോൾ സന്തോഷം കൊണ്ട് 1000 നാവാണ്. യോഗ അഭ്യസിച്ചാൽ എല്ലാവരും സന്യസിക്കാൻ പോകുന്നുണ്ടെന്ന തെറ്റിദ്ധാരണ നാട്ടിലുണ്ടെന്ന് ഉപേന്ദ്രനാശാൻ പറയുന്നു. ചെറുപ്പത്തിൽ തെരുവുകളിൽ സർക്കസ് കണ്ട് അത് പ്രചോദനമാക്കിയെടുത്തതാണ് യോഗയിൽ എത്തിച്ചത്. കായികമായി ശാരീരിക ബലം ഉണ്ടാകുമെന്ന് തോന്നൽ അന്ന് യോഗയിലേക്ക് അടുപ്പിക്കുകയായിരുന്നു. ഇങ്ങനെ പറഞ്ഞിട്ട് അദ്ദേഹത്തെ പറ്റി പറഞ്ഞു വെച്ചിരിക്കുക. ഒരു യോഗാസനത്തിൽ ഇരിക്കുക, 2 കൈയിലാണ് നിൽക്കുന്നത്. ഫുൾ ബോഡി 2 കൈയിലാണ് നിൽക്കുന്നത്. 105 വയസ്സുള്ള ആളാണ്. അതുപോലെ ഒരു കുട്ടി, 12 വയസ്സുള്ള ഒരു കുട്ടി, അതില് ശുണ്ഠഭൂരുണ്ടാസനം. അതില് ഒരു മനുഷ്യന് ഇരിക്കാൻ പറ്റത്തില്ല. മാക്സിമം ടൈം വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അലവ് ചെയ്തിരിക്കുന്നത് 5 മിനിറ്റ്. 12 മിനിറ്റ് ഇരുത്തി അവള് ലോക റെക്കോർഡ് എടുത്തിരിക്കുക. നിൽക്കുന്ന കുട്ടി കാല് വളച്ചിട്ട് തല താഴെ ഇരിക്കുക. എന്നിട്ട് ബോഡി കംപ്ലീറ്റ് ബെൻഡ് ചെയ്തിട്ട് തലയുടെ 2 സൈഡിൽ ഈ കാലിരിക്കുകയാണ്. നമ്മളെ കൊണ്ടൊന്നും ചിന്തിക്കാൻ പോലും ഒക്കത്തില്ല. പെൺകുട്ടിയെ ഇതുപോലെയുള്ള അത്ഭുതങ്ങൾ നടക്കുന്നു. ഞാൻ ഈ സഞ്ചരിച്ചിട്ടുള്ള അമേരിക്കയിലെ ന്യൂയോർക്ക് മുതലുള്ള എല്ലാ സിറ്റികളിലും ഇങ്ങനെ വൈൻഡിങ് ആകെപ്പാടെ തല പൊട്ടിത്തെറിച്ച് പോകുന്നിടത്ത് ആകെപ്പാടെ അവിടെ ഇരിക്കുന്ന ടോപ്പ് ലെവൽ മാനേജ്മെന്റ്, MD ലെവൽ, അതുപോലെയൊക്കെയുള്ള ആൾക്കാരെ, ഇവർക്കൊക്കെ ഏക ആശ്രയം യോഗ മാത്രമാണ്. അൺവൈൻഡിങ്, മനസ്സിനെ കംപ്ലീറ്റ് അൺവൈൻഡ് ചെയ്യാൻ ഒറ്റ ടെക്നിക്കേ ഉള്ളൂ. എന്റെ യോഗ ഗുരു സത്യത്തിൽ ബേസിക്കലി യോഗയുടെ ഏറ്റവും വലിയ എന്റെ ഫൗണ്ടേഷൻ ഉറപ്പിച്ചു വന്നത് ഡോക്ടർ സാംബശിവൻ സാറാണ്. അദ്ദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ന്യൂറോ സർജറിയുടെ ഡയറക്ടർ ആൻഡ് പ്രൊഫസറായിരുന്നു. എന്നിട്ട് അദ്ദേഹമാണ് ന്യൂറോ സർജറി ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാക്കിയത്. സാർ 1-ാം തരം തന്ത്രിയായിരുന്നു. അങ്ങനെ വന്ന അദ്ദേഹം NLP, ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാം, ആ ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാം അതാണ് സത്യത്തിൽ നമ്മൾ ചെയ്യുന്നത്. നമ്മൾ ഒരു സഹസ്രനാമം പഠിക്കുന്നു. ഹരി, എന്താ സംഭവിക്കുന്നതെന്ന് അറിയാമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്കറിയില്ല. സഹസ്രനാമം എല്ലാ ദിവസവും കൃത്യസമയത്ത് ചെയ്താൽ ആ വ്യക്തിക്ക് യാതൊരു കാരണവശാലും അൽഷിമേഴ്സ് ഡിസീസ് ഉണ്ടാവില്ല. ഞാൻ ചോദിച്ചു, ഹൗ ഈസ് ഇറ്റ് പോസിബിൾ? നമ്മൾ ഒരു സഹസ്രനാമം പഠിച്ചാൽ ഈ 105 ബില്യൺ ന്യൂറോൺസിൽ ഏതോ ഒരു ന്യൂറോണിലാണ് ഇത് പോയി വീഴുന്നത്. അത് ഫിക്സഡ് ഡെപ്പോസിറ്റ് ആയിട്ട് അവിടെ കിടക്കുക. നമ്മൾ ഇത് ചാൻഡിങ്ങിന് ഇരുന്ന് കഴിയുമ്പോൾ ആ ന്യൂറോൺ ലൈവ് ആകും. ആ ന്യൂറോൺ ലൈവ് ആയി കഴിഞ്ഞിരുന്നാൽ അതിന്റെ ടെൻഡ്രൻ, സോമ, അതിന്റെ കോഡുകൾ കംപ്ലീറ്റ് അപ്പർ ലോബ്, മിഡിൽ ലോബ്, അങ്ങനെ എല്ലാം ലോബ് അങ്ങനെ വന്നിട്ട് വിത്തിൻ 17 to 28, 30, 35 സെക്കൻഡ്സ് ഈ 105 ബില്യൺ ന്യൂറോൺസും ആക്ടിവേറ്റഡ് ആകും. എന്നിട്ട് മൾട്ടി ലെവൽ പ്രാണിക് എനർജി ഡിസ്പേഴ്സ് ചെയ്ത് പോയിരുന്നത് ഫോക്കസ് ചെയ്ത് യൂണി ലെവലിൽ കൊണ്ടുവന്നിട്ട് കണ്ണുമടച്ച് ഏകാഗ്രതയോടെ ഇരുന്ന് ലളിതാ സഹസ്രനാമം അങ്ങോട്ട് ചൊല്ലിക്കഴിഞ്ഞിരുന്നാൽ, അപൂർണമായ ശ്രദ്ധയിലേക്ക് ചൊല്ലിക്കഴിഞ്ഞിരുന്നാൽ, തുടക്കത്തിൽ ഇവിടെ റെഡിഷ് കളറായിരിക്കും കാണുന്നത്. ആ പൂർണ്ണത ശ്രദ്ധ വന്നു കഴിഞ്ഞിരുന്നാൽ ഏതാണ്ട് വിത്തിൻ 4-5 മിനിറ്റ്സ് ഇവിടെ നല്ല ഗ്രീനിഷ് കളറായിട്ട് മാറും. അങ്ങനെ ആ ബ്രെയിനിന്റെ കംപ്ലീറ്റ് ഇൻഹറന്റ് പവർ റേസ് ചെയ്യുകയാണ്. അങ്ങനെ വന്നു കഴിഞ്ഞിരുന്നാൽ അതിൽ നിന്ന് പിന്നീട് അമൃതവർഷം ഡീടോക്സിഫിക്കേഷൻ ആണ് ആദ്യം നടക്കുന്നത്. അത് കഴിഞ്ഞ ശേഷം പോസിറ്റീവ് ടോക്സിൻ സെക്രീഷൻ കൊണ്ട് ശരീരം ആസകലം ക്ലീനിങ്, പ്ലസ് സെൽ റിപ്പയർ, ആ ഡാമേജ് സെൽസിന്റെ റിപ്പയർ, അതോടൊപ്പം ബോഡിയുടെ ടോട്ടൽ ആക്ടിവേഷൻ. ഇത് വെളിയിൽ വേറെ എന്തെങ്കിലും കൊണ്ട് ചെയ്യാൻ പറ്റില്ല. കാരണം ബ്രെയിനിന്റെ ഒരു പ്രത്യേകത, ഡേറ്റ ഫോർമാറ്റിലുള്ള ഇൻപുട്സ് മാത്രമേ ബ്രെയിൻ അക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ. ശരീരത്തിന്റെ വേറെ ഏത് പാർട്ടിനും നമുക്ക് എക്സ്റ്റേണൽ സാധനം വെക്കാൻ പറ്റും, സ്റ്റെന്റ് വെക്കാൻ പറ്റും. പക്ഷേ ന്യൂറോൺസിനെ വേറെ ഒന്നിനെ അക്സെപ്റ്റ് ചെയ്യത്തില്ല. അപ്പൊ അവനെ കമത്താൻ, അവനെ പറ്റിക്കാൻ
ഡേറ്റ ഫോർമാറ്റിൽ ഇട്ട് കൊടുക്കുക, അവനെ കൊണ്ട് എക്സർസൈസ് ചെയ്യിപ്പിക്കുകയാണെന്ന് അവൻ അറിയാതെ ചെയ്യിപ്പിക്കുക. ഇപ്പൊ എന്റെ ബ്രെയിൻ അറിയാതെ ഞാൻ ബ്രെയിനിനെ പറ്റി ഇപ്പൊ ഈ സംസാരിക്കുന്നത്. അതാണ് അതിലെ രസം. നിർത്തുന്നു. ഒറ്റ സംഗതി പറഞ്ഞ് ഞാൻ നിർത്താം. വളരെ വിശാലമാണ് ഈ മനസ്സിന്റെ ലോകം. വെളി കാണുന്നതൊന്നുമല്ല. വെളി കാണുന്നതൊക്കെ നല്ല 2 മിസൈൽ വന്ന് തീരാനുള്ള സാധനമേ ഉള്ളൂ. പക്ഷെ ആന്തരിക തലവും അതിൽ കൂടെ കിട്ടുന്ന പ്രാണിക് എനർജിയുടെ തലവും ചിന്തിക്കാനൊക്കാത്ത ലെവലാണ്. സർവം ഖല്ലുദം ബ്രഹ്മ, സർവം ഖല്ലുദം ബ്രഹ്മ. ഇത് വേദാന്തവ. ഇതിന്റെ പച്ച മലയാളം കൂടെ പറഞ്ഞു നിർത്താം. യാതൊന്ന് കണ്ടത് നാരായണ പ്രതിമ. ബാക്കി പറയൂ, ഉറക്കെ പറയൂ. യാതൊന്ന് കേട്ടത് നാരായണ ശ്രുതികൾ, യാതൊന്ന് ചെയ്യുവതത് നാരായണ അർച്ചനകൾ, യാതൊന്ന് അതൊക്കെ ഹരി നാരായണായ നമ. മീ ടു മീ. എത്തിയ ഇങ്ങനെ നമുക്ക് എത്താൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് ലക്ഷ്യം അകലെയല്ല. ബാക്കി എല്ലായിടത്തും ലക്ഷ്യം അകലെ. ഇത് ലക്ഷ്യം വിത്തിൻ അസ്. തുടങ്ങുന്നത് നമ്മൾ തന്നെ. ഏവം ആത്മാനം ആത്മസ്ഥം ആത്മനൈവാമൃഷ പ്രഭോ ബുദ്ധ്യാനുമാന ഗർഭിണ്യ വാസുദേവാന ചിന്തയ. പരീക്ഷത്തിന് അവസാനം കൊടുത്ത ഉപദേശം അതാ. ഏവം ആത്മാനം ആത്മസ്ഥം ആത്മനൈവാമൃഷ പ്രഭോ. ആത്മാനം തന്നെ, ആത്മസ്ഥം തന്നിലിരിക്കുന്ന, ആത്മന ഏവ അമൃഷ. അത് 2 മെത്തേഡ്സാ പറയുന്നത്. ബുദ്ധ്യാനുമാന ഗർഭിണ്യ, ബുദ്ധ്യാനുമാന ഗർഭിണ്യം, വാസുദേവാനുചിന്ത, വാസുദേവാനുചിന്ത. ഇതിൽ ബുദ്ധ്യാനുമാന ഗർഭിണ്യം വാസുദേവാനുചിന്ത എന്ന് പറയുന്നത് നിങ്ങളെ കൊണ്ട് ഞാൻ ഇപ്പൊ പറയിപ്പിക്കാം എന്താണോ അതിന്റെ അർത്ഥം. താൻ പാതി, താൻ പാതി ദൈവം പാതി. ഈ ബുദ്ധ്യാനുമാന ഗർഭിണ്യത്തിൽ നമ്മൾ ഓവർ സ്ട്രെസ് കൊടുക്കരുത്. ഈ താൻ പാതി എന്ന് പറയുന്നിടത്ത് നിൽക്കുന്ന അതേ 50% മിനിമം ദൈവം പാതി എന്നുള്ളതും കൂടെ അങ്ങോട്ട് വിട്ടുകൊടുത്ത് കഴിഞ്ഞിരുന്നാൽ പിന്നെ ജോലി എളുപ്പമാണ്. അപ്പോൾ തീർച്ചയായിട്ടും അതിലേക്ക് കൊണ്ടുപോകുവാനുള്ള മാർഗബന്ധുക്കളാണ് ഗുരുക്കന്മാർ. അവർക്കല്ലാതെ ഇത് വേറെ ആർക്കും ചെയ്യാൻ സാധിക്കത്തില്ല. വേറെ ആർക്കും ഇത് ചെയ്യാൻ സാധിക്കത്തില്ല. ആ അർത്ഥത്തില് ഈ ഒരു മഹത്തായ കർമ്മം ഈ കലികാലത്തും ഇത്രയൊക്കെ ചെയ്യുവാൻ, ഇത്രയും വലിയ ധാർമ്മികമായ മഹത്വം, ആന്തരികമായ മഹത്വം, ഗുരുത്വം അദ്ദേഹത്തിന് തീർച്ചയായിട്ടും ഉണ്ടായത് നമ്മുടെ ഭാഗ്യമാണ്, സമൂഹത്തിന്റെ ഭാഗ്യമാണ്, ഈ നാടിന്റെ ഭാഗ്യമാണ്. അതിനെ നമുക്ക് റിയലൈസ് ചെയ്യുവാൻ സാധിക്കട്ടെ. ഞാൻ എന്ന് പറയുന്ന വ്യക്തി ഇവിടെ നിന്ന് ഒന്നും ചെയ്തിട്ടില്ല. എനിക്ക് പൂർണ്ണ ബോധ്യമുണ്ട്. ഞാൻ അവിടെ പാദപൂജയ്ക്ക് അവിടെ പീഠത്തിൽ കയറി നിന്നപ്പോൾ മുതൽ ഞാൻ ഇമെയിൽ ഓൺ ചെയ്തു വെച്ചു. കാരണം നിങ്ങൾ എൻ്റെ പാദത്തിൽ ഒഴിച്ച ആദ്യത്തെ തുള്ളി വെള്ളവും 1964 സമാധിയായ എൻ്റെ മഹാഗുരുവിന്റെ പാദത്തിലേക്കാണ് ഞാൻ ഇമെയിൽ അയച്ചത്. ഞാൻ ഒന്നും എടുത്തിട്ടില്ല. കാരണം ഇത് ഞാൻ കയറി കൈ വെച്ചാൽ തീർന്നു. എൻ്റെ ഈഗോ ബൂസ്റ്റഡ് ആയി പോകും. ഇതിപ്പം ഇട്ടോണ്ടിരിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞ് ഇതും കൂടെ ഊരി മോൻ്റെ കൊടുക്കും. അപ്പം ഇവിടെ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു സംഗതിയുണ്ട്. ഈ 7 layers ഓഫ് ഈഗോ എവിടെയൊക്കെ ഇട്ട് നമ്മളെ ശ്വാസം മുട്ടിക്കുന്നു എന്ന് നമുക്കേ അറിയാൻ പറ്റും, വേറെ ആർക്കും അറിയാൻ പറ്റില്ല. അപ്പൊ അവന്റെ പത്തിക്ക് ഒരു ചവിട്ട് വെച്ച് കൊടുക്കുക. അതാണ് കാളിയമർദ്ദനം. നമ്മൾ തന്നെയാണ് കൃഷ്ണന്മാർ, നമ്മൾ തന്നെയാണ് കൃഷ്ണന്മാർ. അപ്പം ആ കാളിയമർദ്ദനം കൃത്യമായിട്ട് നടത്തി കഴിഞ്ഞിരുന്നാൽ അതിന്റെ ആ വിഷം അങ്ങോട്ട് ഛർദ്ദിച്ച് കളഞ്ഞാൽ ഈ കാളിയൻ പിന്നെ ഭഗവാന്റെ ബന്ധുവായില്ലേ. നീ ഇവിടുന്ന് പോ, രമണവത്തിൽ പോയി താമസിക്കുന്നു പറഞ്ഞപ്പോ ഓ യെസ് സാർ, വെരി ഗുഡ് സാർ, ആവാം സാർ. അതിനു മുമ്പ് ചീറ്റി കൊത്താൻ വന്ന പാർട്ടി പിന്നീട് എത്ര ഒബീഡിയൻസ് സെർവന്റ്. അപ്പൊ ഇതുപോലെ ജീവിതത്തെ ആധ്യാത്മികവൽക്കരിക്കുക. വിവേകാനന്ദ സ്വാമി പറഞ്ഞൊരു വാചകം ഓർക്കുക: ഫിസിക്കലൈസ് യു പെരിഷ്, സ്പിരിച്വലൈസ് യു ഗെയിൻ. ഫിസിക്കലൈസ് യു പെരിഷ്, സ്പിരിച്വലൈസ് യു ഗെയിൻ. ഫിസിക്കലൈസ് യു പെരിഷ്, സ്പിരിച്വലൈസ് യു ഗെയിൻ. നിങ്ങൾ ജീവിതത്തെ എത്രമാത്രം ഭൗതികവൽക്കരിക്കുന്നു അതിനനുസരിച്ച് നിങ്ങൾ നശിച്ച് നാമാവശേഷമായി. നേരെ മറിച്ച് നിങ്ങൾക്ക് എത്രമാത്രം ഈ ആധ്യാത്മികവൽക്കരിക്കാൻ സാധിക്കുമോ, ജീവിതത്തെ ആധ്യാത്മികവൽക്കരിക്കാൻ സാധിക്കുമോ, അതിനനുസരിച്ച് നമ്മൾ ഗെയിൻ ചെയ്യും, നേട്ടം ഉണ്ടാകും. ബഹുജന്മാർജിത കർമ്മമശേഷം തിരുമുൽക്കാഴ്ച നിനക്ക് ഹവച്ചേൻ, ജനി മരണങ്ങൾ എനിക്കിനി വേണ്ട, പരിപാലയമാം നാരായണജെ. ആ ഒരു തലത്തിലേക്ക് മനസ്സുകൊണ്ട് നമ്മൾ പരിഭാവനം ചെയ്യണം. ഇത് രണ്ടാമതൊരാളോട് പറയരുത്. ഇത് ഉള്ളിൽ വളരേണ്ട ലെവൽ ഓഫ് മെച്യൂരിറ്റി. ഞാൻ ഇങ്ങനെ വളർന്നു എന്ന് പറഞ്ഞാൽ പോയി ഒരു കുന്തമില്ലവൻ. അപ്പൊ തീർച്ചയായിട്ടും അതിനുള്ള ഒരു വിവേകവും പക്വതയും ഗുരുകാരുണ്യം കൊണ്ട് നമുക്ക് എല്ലാവർക്കും ഉണ്ടാവട്ടെ. ആ മഹത്വം തീർച്ചയായും നമ്മളെ രക്ഷിക്കും. ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ യോഗ മെഡിറ്റേഷൻ കേന്ദ്രമായിട്ട് നിൽക്കുന്നത് അമേരിക്കയിലെ ഈ യോഗിക് സിറ്റിയാണ്. ഇത് ഷിക്കാഗോയിലെ സപ്താഹം കഴിഞ്ഞ് അവരെന്നെ പിടിച്ച് വണ്ടിയെ കയറ്റിയിട്ട് ഒരു കൊടും വിന്ററിലെ ഏതാണ്ട് 600 പരം കിലോമീറ്റർ ദൂരെ കൊണ്ടുപോയി. ഫെയർഫീൽഡ്, അയോവ സ്റ്റേറ്റിലാണ് ഫെയർഫീൽഡ്. അവിടെ മഹർഷി മഹേഷ് യോഗി 6 സ്ക്വയർ മൈൽ സ്ഥലം അമേരിക്കൻ ഗവൺമെന്റിന്റെ സ്പെഷ്യൽ പെർമിഷൻ വാങ്ങിച്ചിട്ട് അവിടെ യോഗിക് സിറ്റി, വൈദിക നഗരം നിർമ്മിച്ചിരിക്കുകയാണ്. അവിടെ
19 വർഷം 22 വർഷമൊക്കെ പഴക്കമുള്ള ഫാക്കൽറ്റീസ് ഉണ്ട്. അവര് ഇതുകൊണ്ടൊരു 5 മിനിറ്റ് 7 മിനിറ്റ് മെഡിറ്റേഷൻ തുടങ്ങി കഴിഞ്ഞിരുന്നാൽ അവരുടെ സൈലൻസ്ഡ് ഡോംസ് ഉണ്ട്, അതിനകത്തിരുന്ന് മെഡിറ്റേഷൻ തുടങ്ങി കഴിഞ്ഞിരുന്നാൽ പിന്നീട് അന്തരീക്ഷത്തിലേക്ക് അങ്ങോട്ട് ഉയരുകയാണ്. 4 അടി 6 അടി പൊക്കത്തിലൊക്കെ 22 hours വരെ കണ്ടിന്യൂസ്ലി ഇരിക്കാൻ പ്രാപ്തിയുള്ള ആളുകളുണ്ട്. അവിടെ വരുന്ന കുട്ടികളെ ആ ലെവലിലേക്ക് അവർ ബിൽഡപ്പ് ചെയ്യുക. അവിടെ അഡ്മിഷൻ എടുക്കുന്ന കുട്ടികൾ 80% ജർമ്മൻ ബേസ്ഡ് ഉള്ള കുട്ടികളാണ്, ജർമ്മനിയിൽ നിന്നുള്ള കുട്ടികളാണ്. ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ സാൻസ്ക്രിറ്റ് യൂണിവേഴ്സിറ്റി ജർമ്മനിയിലാണ്, ദൈവം സഹായിച്ച് ഇന്ത്യയിലല്ല. അപ്പൊ അങ്ങനെ ആ ലെവലിൽ അത് ബിൽഡപ്പ് ചെയ്ത് വരുന്നു. അതിൽ ഈ കാണുന്നത് ഒരു ബിൽഡിംഗാണ്. മഹർഷി വേദിക് സിറ്റിക്ക് അകത്തുള്ള ഇതുപോലത്തെ 222 ബിൽഡിങ്സ് ഉണ്ട്. ആ ബിൽഡിങ്സ് ഫേസിംഗ് ടു ദ ഈസ്റ്റ്. ഞാൻ 10 ദിവസം അവിടെ താമസിച്ചു. $1000 കൊടുത്താൽ നിങ്ങൾക്ക് അവിടെ ഗസ്റ്റായിട്ട് താമസിക്കാം. അതിനകത്ത് സർക്കുലേഷൻ ഒരു കറൻസി ഉണ്ട്. ആ കറൻസിയുടെ പേര് റാം എന്നാണ്. 1 റാം is equal to $20. 1 റാം is equal to $20. എന്നിട്ട് 1 റാം 2 റാം 5 റാം 10 റാം 100 റാം അങ്ങനെയുള്ളതുണ്ട്. ഇത് ഇന്റേണൽ സർക്കുലേഷന് വേണ്ടിയിട്ടാണ്, വെളിയിലുള്ളതല്ല. ഇതുപോലെയുള്ള അത്യത്ഭുതകരങ്ങളായ ഇൻസ്റ്റിറ്റ്യൂഷൻസ് യോഗയുടെ പവർ ലോകത്തിന് ഇന്ന് കാണിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. വെരി സ്പെസിഫിക് കൃത്യമായ പവർ കാണിച്ചു കൊടുത്തുകൊണ്ടിരിക്കുക. നമുക്ക് അത്ഭുതകരമായ ഒരു യുഗമാണ് ഇനി വരാൻ പോകുന്നത്. യോഗ ഈസ് ഗോയിങ് ടു കോൺകർ ദ എൻറ്റയർ വേൾഡ് ബിക്കോസ് ദർ ഇസ് നോ അതർ സെക്കൻഡ് മെറ്റീരിയൽ ടു കോൺകർ ദിസ് വേൾഡ്. ഇംപ്ലിസിറ്റ് ആണ്, എക്സ്പ്ലിസിറ്റ് അല്ല, ഇംപ്ലിസിറ്റ് ആണ്. കാരണം ഇതിനെല്ലാത്തിനും ഉൾക്കൊള്ളാൻ സാധിക്കും. ഇതിന്റെ മുന്നിൽ വേറൊന്നുമില്ല, എല്ലാം ഇതിനകത്ത് വരും. ക്രിസ്ത്യാനിയെന്നോ മുസ്ലിമെന്നോ ഹിന്ദുവെന്നോ നിരീശ്വരവാദിയെന്നോ ബൗദ്ധനെന്നോ പാഴ്സിയെന്നോ ഭാരതീയനെന്നോ പാകിസ്ഥാൻകാരനെന്നോ ഒന്നുമില്ല. കാരണം എല്ലാവരുടെയും ശരീരഘടന ഒന്ന് തന്നെ. അപ്പൊ ഇതിന്റെ അകത്ത് ഫങ്ഷനിങ് എനർജിയുടെ ലെവൽസും ആക്ടിവേഷൻസും ടെക്നിക്സും റിമൈൻ ദ സെയിം, വ്യത്യാസമില്ല. ആ ഏകതയുടെ തലത്തിൽ നിന്നുകൊണ്ട് മീ ടു മീ ആ ലെവലിലേക്ക് നമുക്ക് പോകുവാനുള്ള ഒരു വലിയ കാഴ്ചപ്പാട്. കൊച്ചു സംഗതികളെ പറ്റി ചിന്തിക്കുകയേ ചെയ്യരുത്. ചിന്തിക്കുക, ഭ്രാന്ത് കയറി ചിന്തിക്കുക. നിങ്ങൾക്കൊന്നും വിഷ്വലൈസ് ചെയ്യാൻ പറ്റാത്ത തലങ്ങളിലേക്ക് ചിന്തിക്കുക. അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞിരുന്നാൽ ഒരുപാട് കാര്യങ്ങൾ ബിൽഡപ്പ് ചെയ്യാൻ സാധിക്കും. ഇന്ന് എനിക്ക് ഇവിടെ വരാനും ചില ചിതറിയ ചിന്തകൾ വിനയപൂർവ്വം നിങ്ങളുടെ സാന്നിധ്യത്തിൽ സമർപ്പിക്കുവാനുമുള്ള അവസരം തന്നത് ആരാധനായ ഗുരുജിയുടെ കാരുണ്യം കൊണ്ട് മാത്രമാണ്. അദ്ദേഹത്തോടുള്ള എൻ്റെ എല്ലാ ആദരവും സ്നേഹവും ഞാൻ ഇവിടെ രേഖപ്പെടുത്തുകയാണ്. ഗുരു ബ്രഹ്മ, ഗുരു വിഷ്ണു, ഗുരു ദേവോ മഹേശ്വര, ഗുരു സാക്ഷാത് പരംബ്രഹ്മ, തസ്മൈ ശ്രീ ഗുരവേ നമഃ എന്നുള്ളതാണ് നമ്മുടെ സങ്കല്പം. അതോടൊപ്പം എൻ്റെ കൂടെ ഒരു VIP വന്നിട്ടുണ്ട്. അദ്ദേഹം തിരുവനന്തപുരം ബാർ അസോസിയേഷന്റെ പ്രസിഡന്റായി 2-3 ടൈം വർക്ക് ചെയ്ത തിരുവനന്തപുരം ബാറിലെ ഏറ്റവും സീനിയർ ലോയേഴ്സിൽ ഒരാളാണ് അഡ്വക്കേറ്റ് കുഞ്ചറ നീലകണ്ഠൻ നായർ സാർ. അദ്ദേഹം ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രം ടെമ്പിൾ എംപ്ലോയീസ് യൂണിയന്റെ പ്രസിഡന്റൊക്കെ ആയിട്ടിരുന്ന ആളാണ്. സർവോപരി എൻ്റെ കോബ്രദർ കൂടെയാണ്. ഇന്ന് കാരുണ്യപൂർവ്വം ചേട്ടൻ എൻ്റെ കൂടെ വന്നു. എനിക്ക് വലിയ സന്തോഷമുണ്ട്. അപ്പുറത്തിരിക്കുന്നത് മകനാണ്, ഭാര്യ. അപ്പം എല്ലാവരെയും ഞാൻ പരിചയപ്പെടുത്തുകയാണ്. നിങ്ങളുടെയൊക്കെ പാദങ്ങളിൽ ഞാൻ സാഷ്ടാംഗം പ്രണാമങ്ങൾ അർപ്പിക്കുന്നു. ഇച്ഛാശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തി സ്വരൂപിണിയായ സർവേശ്വരി മണ്ണടിയിൽ നിന്ന് തന്നെ ഈ നിമിഷം ഇവിടെ വരെ എത്തിച്ചിരിക്കുക. ഇനി എങ്ങോട്ടാണ് കൊണ്ടുപോകേണ്ടതെന്ന് അമ്മ തന്നെ തീരുമാനിക്കട്ടെ. ഒക്കെ സർവേശ്വരിയുടെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു. സർവേ ഭവന്തു സുഖിനഃ, സർവേ സന്തു നിരാമയാഃ, സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. ലോകാ സമസ്താ സുഖിനോ ഭവന്തു, ലോകാ സമസ്താ സുഖിനോ ഭവന്തു, ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി. വളരെ നന്ദി രചിച്ചു. എങ്ങനെ ആ സത്യത്തെ വിളിച്ചു പറയാനുള്ള ഒരു ധൈര്യം വന്നു അദ്ദേഹത്തിന്? കാരണം ആ ഗുരുത്വം 12 വർഷത്തോളം സത്യാനന്ദ സരസ്വതി സ്വാമികളോടൊപ്പം ജീവിച്ച് അദ്ദേഹത്തിന്റെ കാരുണ്യവും സ്നേഹവും അങ്ങേയറ്റം അദ്ദേഹത്തിൽ ആഴത്തിൽ പതിഞ്ഞത് കൊണ്ട് മാത്രമാണ്
ആ സാധുവിന് ആ സത്യത്തെ വിളിച്ചു പറഞ്ഞുകൊണ്ട് ധൈര്യത്തോടെ മുന്നോട്ട് സഞ്ചരിക്കാൻ സാധിക്കുന്നത്. അങ്ങനെ സഞ്ചരിക്കാൻ സാധിക്കുന്ന ഒരു വ്യക്തിയാകണമെങ്കിൽ നമ്മൾ ഒരു ഈശ്വരന്റെ ആ ഉപകരണമാണ് എന്നുള്ള ഒരു ബോധ്യം ഉറച്ചാൽ മാത്രമേ സാധിക്കൂ. ആ ഈശ്വരന്റെ ഉപകരണമാകണമെങ്കിൽ നമ്മുടെ ഉള്ള് ഒഴിഞ്ഞിരിക്കണം. ആ ഒഴിഞ്ഞ ഇടത്തിലാണ് ഈശ്വരന്റെ സാന്നിധ്യം നമുക്ക് അറിയാൻ സാധിക്കുന്നത്, അല്ലെങ്കിൽ അനുഭവിക്കാൻ സാധിക്കുന്നത്. ആ ഒഴിഞ്ഞ ഇടത്തിന്റെ നമ്മളുടെ ആ ഒഴിഞ്ഞ ഇടത്തിന്റെ പ്രതീകമായിട്ടാണ് ഔദ്യോഗിക മാർഗബന്ധ പുരസ്കാരം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. എന്തുകൊണ്ടും ഹരിജി ഈ ഒരു പുരസ്കാരത്തിന് അർഹനാണ്. നമുക്കത് സമർപ്പിക്കാൻ സാധിച്ചത് നമ്മൾ ഏറ്റവും മെഡിറ്റേഷൻ സെന്ററിലെ സാധകരുടെ പുണ്യമാണ്. നമ്മൾ ഓരോ സാധകരും ഔദ്യോഗികയുടെ പേരിൽ ഈ ഒരു അങ്ങയുടെ പാദങ്ങളിൽ കോടി കോടി പ്രണാമങ്ങൾ അർപ്പിക്കുകയാണ്. അതോടൊപ്പം അങ്ങയോടൊപ്പം വന്ന കുടുംബാംഗങ്ങൾ ഓരോരുത്തരോടും നമ്മൾ നന്ദി പറയുകയാണ്. ഹരിയോ ഹരിയോ ഹരിയോ. ഈ ഒരു ലളിതമായിട്ടുള്ള ചടങ്ങ് അവസാനിച്ചിരിക്കുന്നു.